ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് അൻഫൽ ഓഫ് സഫാരി കാസ് ആണ്. ബിസിനസ് എന്നാണ് നമ്മളെ മുന്നിലെ ലക്ഷ്യം. അത് സത്യസന്ധമായിട്ട് ചെയ്യാം. രണ്ട് കൂട്ടർക്കും ഇപ്പം നമ്മൾ ഇന്ന് വണ്ടി വാങ്ങുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാവരുത്, നമുക്ക് വണ്ടി തരുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാവരുത്. നമ്മളൊരു ബുദ്ധിമുട്ടുന്ന ഒരു പാഠം പഠിച്ചാൽ, ഒരു ഗുണപാഠം നമ്മൾ പഠിച്ചാൽ അത് നമ്മൾ ലൈഫ് ലോങ് പിന്തുടരണം. +1 നിന്നാണോ 10 നിന്നാണോ ഇപ്പോൾ എൻ്റെ കാർഡ് ഉണ്ട്, ഞാൻ വിസിറ്റിംഗ് കാർഡ് അടിച്ചു. അല്ല, അതിൽ എഴുതിയത് എന്താണോ, ബോൺ ടു വിൻ. അതായത് ജനിച്ചത് ജയിക്കാനാണ് പറഞ്ഞിട്ട് എൻ്റെ ഫോട്ടോ വെച്ചിട്ട്, എൻ്റെ മൊബൈൽ നമ്പറും വെച്ചിട്ട്, പിന്നെ ഒരു ബൈക്കിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഞാൻ വിസിറ്റിംഗ് കാർഡ് അടിച്ചു. എനിക്ക് വളരെ വലിയ അമ്പുകൾ വന്നു നേരെ. അതായത് ഭയങ്കര സങ്കടമാവാനുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായി. എനിക്ക് ഒരാളെയും പേടിയില്ല, അള്ളാനെ മാത്രമേ എനിക്ക് പേടിയുള്ളൂ. പക്ഷെ ഞാൻ എത്രത്തോളം ഒരാൾ മുന്നിൽ താകാൻ പറ്റുമോ അത്രത്തോളം താവും. ഒരു അപ്ഡേഷൻ വരുമ്പോൾ, നാട് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മുന്നോട്ട് പോകണം. കറക്റ്റ്. ഇല്ലെങ്കിൽ നമ്മൾ ഔട്ടാവും. പിന്നെ ഞാൻ വേറൊരാളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ആളോ അല്ലെങ്കിൽ ആ ആളെ നെറ്റ്വർക്കിൽ ആരോ എന്ന് വന്നിട്ട് ഇന്നെ തിരിച്ചും ഹെൽപ്പ് ചെയ്തിട്ട് 100%. ഇതൊക്കെ നമ്മളെ കണ്ണു മുന്നിൽ നമുക്ക് തെളിവ് പടച്ചോൻ കാണിച്ചു തരും. അന്നും ഇന്നും ഞാൻ ക്യാമറയുടെ മുന്നിലാണ് അറിയുന്നത്. ഇപ്പോഴും അത് പറയാനുള്ള കോൺഫിഡൻറ്റ് ഞാൻ ചെയ്യാത്തതാണ്. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ യൂട്യൂബിൽ പറഞ്ഞിട്ടുള്ളൂ. ഒരാൾ ഇന്നെ നല്ല അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ എൻ്റെ ഉത്തരവാദിത്വം കൂടി ഇല്ലേ? കറക്റ്റ്. അയാളെ വാക്ക് ഒരിക്കലും മറ്റൊരാളെ മുന്നിൽ അയാൾ തല താത്തരുത്. ആ ടെൻഷൻ എന്ന് പറയുന്നതാണ് എൻ്റെ ടെൻഷൻ. നിങ്ങൾ എൻ്റെ മുന്നിൽ വന്നിട്ട് പറയണേ പിന്നെ ഇങ്ങനെ കാലമായിട്ട് എനിക്ക് തരാനുള്ള പൈസ എപ്പോഴാണ് തരാമെന്ന് ചോദിച്ചാൽ ഞാൻ കഴിഞ്ഞു. അതാണ് ഞാൻ അതിലാറല്ലേ മരിച്ചത്. അൻഫാലിപ്പോൾ കൊച്ചിയിൽ ഷോറൂം മുടങ്ങുന്നുണ്ടല്ലേ? ഉണ്ട്. അവൻ്റെ ആ മലപ്പുറത്തെ കളിയൊന്നും ഇവിടെ നടക്കൂല, ഇത് കൊച്ചിയാണ്. സംഭവം അതൊന്നും പറഞ്ഞിട്ട് ഇയാളൊന്ന് കുറച്ച് കാണിച്ചു. ഇതിൻ്റെ വാശിയാണ്. ഇന്ന് ഒരു ഡെയിലി 500 രൂപയ്ക്ക് പണിയെടുക്കണോനാ കുട്ടിക്കോളി പറയാണ്. ഞാൻ നാളെ ദുബായി പോയിട്ട് ഒരു പ്രീമിയം കാറിന്റെ ഷോറൂം തുടങ്ങുമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഓൻ്റെ കൂട്ടത്തിൽ ഇല്ലോലൊക്കെ ചിരിച്ചു, ഓനെ കളിയാക്കും. പക്ഷെ ഞാൻ ഓനെ നോട്ടിടും, ഓൻ തുടങ്ങിയിരിക്കും. കണ്ടന്റ് ക്രിയേഷൻ ഇത് ഭയങ്കര സംഭവമാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇന്ന് കണ്ടന്റ് ക്രിയേഷനിലൂടെ യൂസ്ഡ് കാർ ഷോറൂമിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ച ആളെയാണ് നമ്മൾ കാണാൻ പോണത്. അൻഫൽ ഫ്രം സഫാരി കാസ്. അധികം വൈകാതെ നമുക്ക് വേഗം പുകച്ചു തുടങ്ങാം പോഡ്കാസ്റ്റിന് വേണ്ടിയിട്ട്. അൻഫൽ ബൈ, വെൽക്കം ടു സഫാരി കാർസ്. വെൽക്കം ടു ഇകോം ഷോ. ഈ കാർ കൊള്ളാലോ. കാർ കൊള്ളാം. ഇത് നമ്മളെ ഓഡിയിൽ R80 എന്ന് പറയുന്ന മോഡലാണ്. ഇത് ശരിക്ക് കേരളത്തില് ഒരു വണ്ടി ഉള്ളൂ എന്നാണ് പറയാൻ കഴിയുന്നത്. അതായത് സ്പൈഡർ എന്ന് പറയുന്ന ഓപ്ഷനാണ്. V10 എഞ്ചിനാണ്. അതായത് നമ്മുടെ ലംബോർഗിനിലൊക്കെ വരുന്ന എഞ്ചിനും ഗിയർ ബോക്സ് ഒക്കെ വരുന്ന വണ്ടിയാണ്. ഒരു പക്കാ സ്പോർട്സ് കാർ. അടിപൊളി. ഇതേ കാരണം ഈ കളർ ഇകോം ഷോന്റെ കളറാണ്. അപ്പൊ പിന്നെ നമുക്ക് വേണമെങ്കിൽ 2-3 കൊല്ലം കഴിഞ്ഞിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയ പ്രൈസിൽ ഞാൻ തരാം. അതായത് ഇന്ത്യ രാജ്യത്ത് എവിടെയും ഇത്ര ഈ ഒരു പ്രൈസിൽ ഇങ്ങനെ സ്പോർട്സ് കാർ കിട്ടൂല. അതാണ് സഫാരി കാർസ്. നമുക്ക് തരാൻ പറ്റും. എനിക്ക് നിങ്ങളെ ഫുൾ കഥ അറിയണം. സോ നമുക്ക് ഇരുന്ന് സംസാരിക്കാം. അതിന്റെ മുൻപിലത്തൊക്കെ ഒന്ന് കാണിച്ചു തരും. തീർച്ചയായിട്ടും. അതെ. വണ്ടി ഇഷ്ടം പോലെ ഉണ്ടല്ലോ, എല്ലാ കളക്ഷൻസും ഉണ്ട്. അതെ, നമ്മളെ പുതിയ ഷോറൂം അല്ലേ? നിങ്ങൾ ഇത് എപ്പോഴും ഔട്ട് ചെയ്യാൻ അറിയില്ല. ഇനാഗ്രേഷന് മുന്നേ ഇപ്പോൾ ഷൂട്ട് ചെയ്യണത്. ചെറിയ ചെറിയ വർക്കുകൾ അവിടെ ഇവിടെയൊക്കെ ഫിനിഷ് ആവാണ്ട്. കറക്റ്റ്. എങ്കിലും ദൈവത്തിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഇനാഗ്രേഷന്റെ വക്കത്താണ്. ഇത് ഭയങ്കര സംഭവം. നിങ്ങൾ കരുവാരക്കുണ്ട് പോലത്തെ ഒരു ഗ്രാമത്തിന് ഇവിടെ കൊച്ചിയിൽ വന്ന് ഷോറൂം ഇട്ടല്ലോ. അതെ, ഭയങ്കര സംഭവം തന്നെ. അപ്പൊ കംപ്ലീറ്റ് ലക്ഷറി കാർസ് ആണല്ലോ. ഇവിടെ ഫുള്ള് പ്രീമിയം കാറുകളാണ് ഉള്ളത്. അപ്പൊ നമുക്ക് എല്ലാ കാറ്റഗറി ഇവിടെ ചെയ്യണമെന്നുണ്ട്. അപ്പൊ നമുക്ക് സ്പേസ് പരിമിതിയാണ്. അതായത് ഒരു 10-50 വണ്ടിയാണ് മാക്സിമം നമുക്ക് സ്മൂത്ത് ആയിട്ട് ഇടാൻ പറ്റുള്ളൂ. ഒരു 10-60 വണ്ടി വരെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാം. പക്ഷെ 50 വണ്ടി ഇവിടെ പോവുള്ളൂ. അപ്പൊ നമ്മൾ മറ്റു കാറ്റഗറി വണ്ടികൾ ഇപ്പൊ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് കരുവാരക്കുണ്ട് യാർഡില്ല. അവിടെ രണ്ടും ഉണ്ട്, പ്രീമിയം ഉണ്ട്, പിന്നെ മിക്സ് എക്കണോമി ഉണ്ട്. അതാണ് നമ്മളെ ഹെഡ്. അപ്പൊ ഇവിടെ ഇവിടെ സ്പേസ് ഭയങ്കര പ്രശ്നമല്ലേ? നമ്മൾ വേറെ സ്പേസ് നോക്കുന്നുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാറ്റഗറി വണ്ടികളും ചെയ്യാം. അടിപൊളി, ഭയങ്കര സൂപ്പർ. എങ്ങനെയുണ്ട് ഷോറൂം? എങ്ങനെയുണ്ട് ഷാനുന്റെ അഭിപ്രായത്തില്? അടിപൊളി. ഇത് മറ്റേ പുതിയ വണ്ടിക്കോലും ഇമാര് ഷോറൂം ഉണ്ടാവില്ലല്ലോ. ചെയ്തപ്പോ മാക്സിമം വൃത്തിക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അടിപൊളി. പക്ഷെ എന്നാലും നിങ്ങൾ അവിടെ നിന്ന് ഇവിടം വരെ എത്തിച്ചല്ലോ. അതെ അതെ.
ഹ്യൂജ്. അതെ. ഭയങ്കര ഇൻസ്പിറേഷൻ ആട്ടോ നിങ്ങള്. താങ്ക് യു താങ്ക് യു താങ്ക് യു. നിങ്ങള് പിന്നെ അന്ന് സ്കെയിലപ്പിന് വന്നിട്ട് ആ. നിങ്ങളും ഫിറോസ്കിയും ആ നജീബും ഒക്കെ അതെ. ഭയങ്കര അടിപൊളി സൂപ്പർ മോട്ടിവേറ്റിംഗ് ഇൻസ്പയറിംഗ് സാധനമായിരുന്നു. അതെ അതെ അതെ. കുറച്ച് കൊല്ലം കഴിഞ്ഞിട്ട് വിൽക്കാറായതെങ്കിൽ പിള്ളേർ വരും. ആ അന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. അതെ 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 അതെ. അല്ല എനിക്കങ്ങനെ കുറെ അനുഭവം ഉണ്ട്. കുറെ കൊല്ലങ്ങൾക്ക് മുന്നേക്കെ സംസാരിച്ച കാര്യങ്ങള് ഇപ്പൊ നമുക്ക് നമ്മുടെ ആളുകൾ വന്ന് പറയും. അത് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അടുത്തേ ഒരു യൂബർ ടാക്സി ഡ്രൈവർ, അപ്പൊ ഞാൻ നാട്ടിൽ നിന്ന് ട്രെയിനിന് പോകുന്നു. അപ്പൊ രാജറാണി എന്ന ട്രെയിൻ ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു 12-12:30 മണിക്കാണ് കൊച്ചിയിലെത്തുക. അങ്ങനെ എത്തി ഇറങ്ങി ഞാനൊരു യൂബർ ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ യൂബറിൽ പോരാ. ഞാൻ എൻ്റെ സുഹൃത്തുണ്ട്. അപ്പൊ ഈ യൂബറാർ എന്നെ അറിയണാണ്, വീഡിയോ കാണുന്ന ആളാണ്. തേടിയ വള്ളി കാലിച്ചുറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഞങ്ങൾ സംസാരിച്ച് ഒരു ഭക്ഷണം കഴിക്കാൻ പോകണമെന്നാണ് ആദ്യം റെസ്റ്റോറന്റ് കൂട്ടെ. അപ്പൊ ഞാൻ പുള്ളിനെ എടുക്കുമല്ലോ, നമ്മളെല്ലാവരോടും സംസാരിക്കും അതിന് എന്തെങ്കിലും കിട്ടുമോ. അപ്പൊ നിങ്ങൾ എന്താ രാത്രി ഓടാൻ കാരണം? അപ്പൊ പുള്ളി പറഞ്ഞു ഇപ്പൊ രാത്രിയും പകലൊക്കെ ഓടുന്നുണ്ട്, ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ ഉറങ്ങണുള്ളൂ പറഞ്ഞു. അപ്പൊ ഞാൻ ജസ്റ്റ് പുള്ളിക്ക് ഒരു ഉപദേശം കൊടുത്തു, 5 മണിക്കൂർ ഉറങ്ങിയാൽ പോരാ, ഒരു 7 മണിക്കൂർ 8 മണിക്കൂറെങ്കിലും ഉറങ്ങണം. കറക്റ്റ്. അപ്പൊ പുള്ളി പറയാ നിങ്ങളല്ലേ പറയണത്, അധ്വാനിക്കണം, റിസ്ക് എടുക്കണം, ടെൻഷൻ അടിക്കണം, പെരി കടന്നുറങ്ങിയിട്ട് കാര്യമില്ല, നിങ്ങൾ പറഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ ഇതിനോട് ഇത് പറയണം. അപ്പൊ നമ്മൾ ചില വാക്കുകൾ ചില ആൾക്കാർക്കൊക്കെ മോട്ടിവേറ്റ് ആകുന്നുണ്ട്. കറക്റ്റ്. അങ്ങനെയൊക്കെ എല്ലാം അതേപോലെ എടുക്കണ്ട, നമ്മളത് എടുത്തിട്ട് നിങ്ങൾക്ക് എന്താണോ വർക്ക്ഔട്ട് ആണ് അത് എടുക്കുക. എല്ലാം കൂടി എടുത്തോളണമെന്നില്ല, കാരണം ഓരോരുത്തരുടെ ലിമിറ്റ് കപ്പാസിറ്റി വേറെ വേറെ. അടിപൊളി. എന്നാ പിന്നെ നമുക്ക് മുകളിൽ ഇരുന്ന് സംസാരിക്കാം. എന്താണ് ഇപ്പൊ നിങ്ങളെ, എനിക്ക് ആകെ ടെൻഷൻ. നിങ്ങളൊരു ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴേ അത് ഇന്റർവ്യൂ അല്ല, ഞങ്ങൾക്ക് നിങ്ങളെ കഥ അറിയണം. നിങ്ങളെ പോലെ പല 100 കണക്കിന് ഓണ്ടർപ്രണേഴ്സ് സൃഷ്ടിക്കണം. അപ്പൊ അതാണ് നമ്മളെ ഉദ്ദേശം. ഓഫീസൊക്കെ ഫിനിഷ് ആവണുള്ളൂ, കുറെ സാധനങ്ങൾ ഇനി വരാണ്ട്. ഓഫീസാണല്ലോ ഇതൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്താണല്ലോ ഇപ്പൊ ഇതിന്റെ ഇടയിൽ വന്നു. ഇത് പിള്ളേരെ ഒന്ന് സെറ്റ് ചെയ്ത്. അടിപൊളി, നല്ല അടിപൊളി സെറ്റപ്പ് ആണല്ലോ. നിങ്ങൾ എന്തോ ഒരു സെറ്റ് ചെയ്ത് പരിപാടി എന്താ വെച്ചാലേ, നമ്മള് യൂട്യൂബ് ചാനൽ ഞാൻ പുതിയൊരു പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ട്. പോഡ്കാസ്റ്റ്, സംരംഭകർക്ക് കഥ പറയാനൊരു അവസരം, വണ്ടിപ്രാന്തന്മാർക്ക് കഥ പറയാനൊരു അവസരം. അപ്പൊ ഞാൻ എന്റെ ഒരു ക്യാബിൻ സെറ്റ് ചെയ്തപ്പോ നമ്മളെ മീറ്റിങ്ങുകളും നടക്കണം, ഷൂട്ടും നടക്കണം. അതേപോലെ ഇവിടെ മീറ്റിംഗ് റൂം ഉണ്ട്, നമ്മുടെ സ്റ്റുഡിയോന്റെ അപ്പുറത്തുണ്ട്. അങ്ങനെ എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചിട്ട് ഒരു ഓഫീസാണ് മേലെ നമ്മൾ അറേഞ്ച് ചെയ്തത്. നിങ്ങൾ ബേസിക്കലി മീഡിയ കമ്പനിയായി മാറുകയാണ്. ഇത് ഷോറൂം എഫേർട്ട്ലെസ് കണ്ടന്റ് ക്രിയേഷൻ, അതാണ് ഇതിന് പറയുന്നത്. സ്വന്തം ഓഫീസിൽ തന്നെ ഒരു സ്റ്റുഡിയോ പോലെ സെറ്റ് ചെയ്ത്. അപ്പൊ എനിക്ക് ഇതേപോലെ സെറ്റപ്പ് ചെയ്യണം. നിങ്ങൾ പറഞ്ഞ പോലെ നമുക്ക് പൈസ ആവണതിനനുസരിച്ച് ഓരോന്നോരോന്ന് സെറ്റ് ചെയ്താൽ മതി, അതത്രേ ഉള്ളൂ. അടിപൊളി. അപ്പൊ നമുക്ക് ഇനി അറിയേണ്ടത് എവിടെ നിന്നാണ് അൻഫലിന്റെ കഥ ആരംഭിക്കുന്നത്? എന്റെ കഥ തുടങ്ങുന്നത് കരുവാരക്കുണ്ടെന്ന്. കരുവാരക്കുണ്ട് ബിസിനസ് പറഞ്ഞാൽ മതിയല്ലേ നമ്മള് അല്ലേ? കരുവാരക്കുണ്ട് നിങ്ങളെ പേഴ്സണൽ കഥയും പറയണം, ബിസിനസ്സിലേക്ക് എങ്ങനെ എത്തുന്നു, എന്നാലേ നമുക്ക് എല്ലാം പഠിക്കാൻ പറ്റുള്ളൂ. അത് ശരി. ഒരു കുട്ടിക്കാലം മുതലേ ഒരു വണ്ടിപ്രാന്തൻ, അങ്ങനെ തന്നെ പറയാം. ചെറുപ്പം മുതലേ വണ്ടിപ്രാന്തൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മള് സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ ബൈക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ട്. ഏതൊരു ചെറുപ്പക്കാർക്കും ഇല്ല പോലെ തന്നെയാണ് നമുക്കുണ്ടായിരുന്നത്. ബൈക്ക് വാങ്ങിക്കണം, എത്രയും പെട്ടെന്ന് സ്വന്തം ബൈക്ക് വേണം. അതെ, അങ്ങനെ തന്നെയായിരുന്നു ഞാനും. അങ്ങനെ ബൈക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പല റൂട്ടിലും സഞ്ചരിച്ചിട്ടുണ്ട്, പല വർക്കുകളും ചെയ്തിട്ടുണ്ട്. ബൈക്ക് വാങ്ങാൻ വേണ്ടിയിട്ടല്ല, പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2014 നമ്മൾ സഫാരി കാർസിന്റെ ഫസ്റ്റ് സ്ഥാപനം കരുവാരക്കുണ്ടിൽ തുടങ്ങുന്നത്. 2014 കരുവാരക്കുണ്ട് മലപ്പുറത്തല്ല, ഒരു ഗ്രാമപ്രദേശം, ഒരു മലയോര ഗ്രാമപ്രദേശമാണ്. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് മോശമൊന്നുമില്ല, ഞങ്ങള് അടിപൊളി എല്ലാ സെറ്റപ്പും അവിടെ ഉണ്ട്. ഞങ്ങൾക്ക് ടൂറിസം ഉണ്ട്, പിന്നെ ഹോസ്പിറ്റലുകൾ ഉണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്. ഇപ്പൊ ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കണേ. പക്ഷെ അവിടുന്ന് നമ്മൾ തുടങ്ങുമ്പോ നമ്മൾ അവിടെ ഒരു കരുവാരക്കുണ്ട്, നമ്മളെ കാളികാവ്, നിലമ്പൂര്, മണ്ണാർ, ഒരു 10-50 കിലോമീറ്റർ ചുറ്റളവിലായിരുന്നു നമ്മളെ കോണ്ടാക്ട്സും കച്ചവടം നെറ്റ്വർക്കൊക്കെ. നമ്മളൊരു വണ്ടി എടുക്കണു, എല്ലാരെയും വിളിച്ചു പറയണു വണ്ടി ഉണ്ട്, നിങ്ങളെ പാർട്ടിൻ്റെയും കൊണ്ടുവരണം എന്ന് പറയുന്നു. ഇല്ലെങ്കിൽ നമുക്ക് വണ്ടി വേണം, നമ്മളെല്ലാവരും വിളിച്ചു ചോദിക്കണു ഇന്ന വണ്ടി ഉണ്ടോ. എന്നിട്ട് നമ്മൾ രാവിലെ വണ്ടി എടുത്ത് പോയി വണ്ടികളൊക്കെ ചെക്ക് ചെയ്ത് വണ്ടികൾ പർച്ചേസ് ചെയ്ത് അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മളെ കച്ചവടം. അന്ന് അതാണല്ലോ സംഭവം. അങ്ങനെ 2014 മുതൽ നമ്മൾ അൽഹംദുലില്ലാ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് അടിപൊളിയായിട്ട് അന്നും ചെയ്തിട്ടുണ്ട്, കച്ചവടം അന്നും ചെയ്തിട്ടുണ്ട്. അപ്പൊ അന്ന് നിങ്ങൾ എങ്ങനെ വണ്ടി പർച്ചേസ് ചെയ്യലാണോ? പർച്ചേസ് ചെയ്യലായിരുന്നു. പൈസ കൊടുത്ത് വണ്ടി പർച്ചേസ് ഷോറൂമിൽ കൊണ്ടുപോയിടും. അതേപോലെ തന്നെ നിങ്ങളെ വണ്ടി വെക്കാണ്ട് നിങ്ങൾക്ക് വിറ്റും തരും. കച്ചവടമാണല്ലോ. അപ്പൊ നമ്മളെ കടയിൽ ഒരു 10 വണ്ടി സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ മാസത്തിൽ ഒരു 15-16 കച്ചവടം ചെയ്യും. നമ്മളത് വണ്ടി വിൽക്കുന്നുണ്ട്, നമ്മൾ അപ്പുറത്തെ ഷോറൂംമാരിൽ നിന്ന് വിൽക്കും. നിങ്ങളൊരു കസ്റ്റമർ വിൽക്കാൻ വന്നു വണ്ടി, അപ്പൊ അത് നമുക്ക് പർച്ചേസിങ്ങിന് പറ്റിയില്ല, നമ്മൾ പറഞ്ഞ പൈസക്ക് കിട്ടിയില്ല.
നമുക്ക് അടുത്ത കസ്റ്റമർ വരികയാണ്, അപ്പോൾ അവർക്ക് അത് സെല് ചെയ്ത് കൊടുക്കും. അങ്ങനെയൊക്കെ നമ്മളെല്ലാ ബിസിനസ് എന്നാണ് നമ്മളെ മുന്നിലെ ലക്ഷ്യം. ട്രേഡിംഗ് ഓഫ് വെഹിക്കിൾസ് ആണ്. അത് സത്യസന്ധമായിട്ട് ചെയ്യാം. രണ്ട് കൂട്ടർക്കും ഇപ്പൊ നമ്മൾ ഇന്ന് വണ്ടി വാങ്ങുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാവരുത്, നമുക്ക് വണ്ടി തരുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാവരുത്, ഞാനും സേഫ് ആവണം. ആ രീതിയിൽ അന്ന് മുതൽ ഇന്ന് വരെ ആ രീതിയിലാണ് പോകുന്നത്, കറക്റ്റായിട്ട് പോകുന്നത്. ഇതൊക്കെ കണ്ടും പഠിച്ചും നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാം, അല്ലെങ്കിൽ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഹെൽപ്പ് വേണം. ഇതിനുള്ള എല്ലാത്തരം ഹെൽപ്പും നമ്മളെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പൊ നിങ്ങളൊരു ഫസ്റ്റ് വണ്ടി കച്ചവടം ചിലപ്പോൾ കുറച്ച് മുമ്പായിരിക്കാം, ഫസ്റ്റ് ഒരു വണ്ടി കച്ചവടം നിങ്ങൾക്ക് ഓർമ്മയുള്ളത് എപ്പോഴാണ്? ഫസ്റ്റ് വണ്ടി കച്ചവടം ഇത് ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് കരുവാരെ കൊണ്ട് ഷോറൂം തുടങ്ങിയതിന് ശേഷമുള്ളതാണ്. അതിന് മുമ്പ് നിങ്ങൾ വണ്ടി കച്ചവടം ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. അതാണ് അതിന്റെ മുന്നേ കച്ചവടം ചെയ്തത്. കാരണം നമ്മൾ ഈ സ്ഥാപനം തുടങ്ങുന്നതിന് മുന്നേ ഒരു 2-3 വർഷം ഫ്രീലാൻസ് ആയിട്ട്, അതിന് മുന്നേ ചെറിയൊരു സ്ഥാപനം ഞങ്ങൾ തുടങ്ങി, ഞാനും എൻ്റെ ഒരു സുഹൃത്തും. അത് ഞങ്ങൾ കുറച്ച് കാലം മുന്നോട്ട് പോയി, പിന്നെ നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്ത് വേറെ നമ്മളൊരു സുഹൃത്തിന്റെ കൂടെ വേറെ പാർട്ണർഷിപ്പിൽ വേറെ സ്ഥാപനം തുടങ്ങി, കാറും ബൈക്കൊക്കെ കൂടെ കൂടിയിട്ട്. പിന്നെ അത് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ നമ്മൾ ഫ്രീലാൻസ് ആയിട്ട് നമ്മൾ ബ്രോക്കർ പണി എന്ന് പറയും, ബ്രോക്കർ പണി എടുത്ത് ഇത് പഠിച്ചതുകൊണ്ട് എനിക്കിതിപ്പോ അന്നത്തെ കോഴ്സ് ഉണ്ടല്ലോ, അന്ന് ഞാൻ പഠിച്ച കോഴ്സ് അതാണ് ഇപ്പോഴും ഞാൻ വർക്കൗട്ട് ചെയ്യുന്നത്. കാരണം എല്ലാ ഇതിന്റെ ചതിക്കുഴികള്, ഞാൻ പറ്റിക്കപ്പെട്ടു, അങ്ങനെ പല രീതിയിലും. ഇപ്പൊ നമ്മളെ കാരണം കൊണ്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടായി ആ ടൈമിൽ, നമ്മൾ അബദ്ധവശാൽ. ഇപ്പൊ നമുക്ക് അറിവില്ലല്ലോ, അറിവില്ലാത്തൊരു ഫീൽഡിൽ നമ്മൾ പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ പഠിച്ച് അന്നൊക്കെ നമ്മൾ 18-19 വയസ്സാണ്, ആ പ്രായത്തിലാണ് ഇതൊക്കെ ചെയ്യണത്. പോലീസ് സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ഇരിക്കേണ്ടി വന്നത് അതെന്ത് സംഭവിച്ചാല്, ഒരു വണ്ടി ഒരു കസ്റ്റമർ വിൽക്കാൻ വന്ന്, അദ്ദേഹത്തിന്റെ വണ്ടിമേ ലോണുള്ള വണ്ടി. അപ്പൊ ഈ സെർട്ടു ഫിനാൻസ് ആണ്. അപ്പൊ ആ ഫിനാൻസിന്റെ ഓഫീസിൽ വിളിക്കുമ്പോൾ ഉദാഹരണത്തിന് 1 ലക്ഷത്തിന്റെ വണ്ടി 50,000 ലോൺ ക്ലോസ് ചെയ്യാണ്ട് സെർട്ടു ഫിനാൻസിൽ. അപ്പൊ 50,000 അല്ലേ ഈ കസ്റ്റമർക്ക് കിട്ടേണ്ടത്, ലോൺ ഞാൻ ക്ലോസ് ചെയ്യണ്ടേ. ഈ പാർട്ടി പറഞ്ഞു എനിക്കിപ്പോ 50 വേണ്ട, 50 വിൽക്കുമ്പോ ലോൺ ക്ലോസ് ചെയ്തോളാം. കസ്റ്റമർ എന്നെ വിശ്വസിച്ച് വണ്ടി തന്നു. എന്റെ 19ാമത്തെ വയസ്സാട്ടോ. ഞാൻ പുള്ളിക്ക് ആ പൈസ കൊടുത്തു, ഞാൻ വണ്ടി വാങ്ങി. 2 ദിവസം കഴിഞ്ഞപ്പോ വേറൊരു ഡീലർ വരികയാണ്. ഡീലർ വന്നിട്ട് പറഞ്ഞു ലോൺ ഞാൻ ക്ലോസ് ചെയ്തോളാം, ഈ വണ്ടി എനിക്ക് തന്നോ. ഇയാളെ എനിക്ക് ട്രസ്റ്റ് ആയിരുന്നു. ലോൺ ഞാൻ ക്ലോസ് ചെയ്തോളാം, ഞാൻ കൊടുത്ത 50ഉം എനിക്കൊരു ലാഭം, ഒരു 5,000 രൂപ ലാഭം. അപ്പൊ എനിക്ക് ലാഭവും കിട്ടി, ഞാൻ കൊടുത്ത പൈസയും കിട്ടി. അപ്പോൾ കസ്റ്റമറെ ലോൺ എവിടെ കിടക്കുന്നുണ്ട്? ഫൈനാൻസ് കിടക്കുന്നുണ്ട്. ഞാൻ ഇയാളെ വിശ്വസിച്ചു. അതായത് ഇപ്പൊ നിങ്ങൾ എന്റെ വണ്ടി വാങ്ങണം, നിങ്ങളെ വിശ്വസിച്ച് തന്നു, നിങ്ങൾ ലോൺ ക്ലോസ് ചെയ്യുന്നില്ല വിശ്വാസത്തിൽ. ഇയാൾ അത് വേറൊരാൾക്ക് കൊടുത്തു, ഇതേ കണ്ടീഷൻ. ഇയാൾ ലാഭത്തിൽ ലോൺ ക്ലോസ് ചെയ്യാതെ തന്നെ വിറ്റു, അദ്ദേഹം വേറെ വിറ്റു. പിന്നെ വണ്ടി ഞങ്ങളെ മലപ്പുറം ജില്ലയിൽ നിന്ന് പോകുന്നു, ഇവിടെ ഈ ഒരു ഏരിയക്കൊക്കെ പോകുന്നത്, എറണാകുളം മൂവാറ്റുപുഴ ഭാഗത്തേക്കൊക്കെ വണ്ടി വന്നു, ലോൺ അടക്കണില്ല. ഞാനിതൊന്നും അറിയുന്നില്ല, എന്റെ അറിവില്ലായ്മയാണ്. ഒരിക്കലും ആ ലോൺ ക്ലോസ് ചെയ്യാതെ വണ്ടി വിൽക്കാൻ പാടില്ലായിരുന്നു. ലോണില്ല വണ്ടി തന്നെ എടുക്കാൻ പാടില്ലായിരുന്നു. ലോണില്ല വണ്ടി എടുക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ അവിടെ ക്ലോസ് ചെയ്ത് ആ ഡോക്യുമെന്റ് അവിടുന്ന് വാങ്ങി പ്രോപ്പറായിട്ടാ ചെയ്യേണ്ടത്. പഠിക്കണ പാഠങ്ങളാണ് ഇതൊക്കെ. ഒന്ന് ലോണ് തീരണ്ടേ, പിന്നെ വണ്ടിയും കാണാനില്ല. ഞാൻ ഇയാളെ തെരഞ്ഞു പോകും, ഇയാളത്ത് വണ്ടിയില്ല. ലാസ്റ്റ് കസ്റ്റമർ കേസ് കൊടുക്കേണ്ടി വന്നു. ഞാൻ തന്നെ പുള്ളിയോട് പറഞ്ഞില്ല, എന്താ ചെയ്യാ, കേസ് കൊടുത്താലേ ഇതിന് തീരുമാനമാവുള്ളൂ. ലാസ്റ്റ് SI വിളിച്ചു. SI വിളിച്ചിട്ട് പറഞ്ഞു അൻഫാലല്ലേ ചോദിച്ചു. അപ്പൊ പുള്ളി വണ്ടി കച്ചവടക്കാരനല്ലേ, കുറച്ച് വലിയ ഒരു ആളേക്കാരെന്നൊക്കെ കരുതിയിട്ട് തന്നെ വിളിക്കണം. അപ്പൊ അന്ന് മേലാറ്റൂർ പോലീസ് സ്റ്റേഷനാണ്, ഞങ്ങൾക്കറിയാൻ പോലീസ് സ്റ്റേഷൻ ഉണ്ട്, പക്ഷെ മേലാറ്റൂരായിരുന്നു കേസ്. അപ്പൊ ഞാൻ അന്ന് അവിടെ ചെന്നപ്പോ ഞാനൊരു ജുബ്ബൊക്കെ ഇട്ടിരിക്കണത്. നമ്മൾ അന്ന് തന്നെ നമ്മളെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണെങ്കിലും ആറ്റിറ്റ്യൂഡ് നമ്മളെ വലിയ ആറ്റിറ്റ്യൂഡാണ്. അതായത് നമ്മളെ മൈൻഡ് സെറ്റ് അന്നേ സെറ്റ് ചെയ്തിരിക്കണം ഒരു വണ്ടി കച്ചവടക്കാരനായിട്ട്. ഇയാള് കണ്ടേക്ക് പേരും ചീത്ത, മുട്ടീന്ന് ഇജ്ജ് വിരിഞ്ഞിട്ടില്ല, ഇജ്ജ വണ്ടി കച്ചവടക്കാരൻ, എന്റെ കോലം കണ്ടാലും മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാള് പെരും ചീത്ത. ഞാൻ പറഞ്ഞു സാറേ ഇതിന്റെ അവസ്ഥ എങ്ങനെയാണ്, ഇതിന്റെ ഒരാളുണ്ട്, ഞാൻ അയാളെ പോയിട്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു പോലീസുകാരും പോരുകയാണെങ്കിൽ നമുക്ക് അയാളെ വീട്ടിൽ പോയിട്ട് അയാളെ പിടിക്കാം. അയാളെ ഞാൻ ഒറ്റക്ക് പോയാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഇയാള് എന്നെ ഒരു 3 മണി വരെ അവിടെ സ്റ്റേഷനിൽ നിർത്തി, ആര് പോലീസ് സ്റ്റേഷനിൽ. അന്നത്തോടു കൂടി എനിക്ക് സ്റ്റേഷൻ എന്താന്നും കേസ് എന്താന്നും ഇതുകൊണ്ട് എന്താ വരാൻ പോകുന്നത് എല്ലാം ഞാൻ പഠിക്കാണ്. അപ്പത്തിന് എന്റെ സുഹൃത്തുക്കൾ വന്ന് പിന്നെ ഇതിൽ ഇടപെട്ട ബ്രോക്കർമാരൊക്കെ ഉണ്ട്. ഞാനും ഈ ഡീലർ കൊടുത്തതിൽ ബ്രോക്കർ ഉണ്ട്, എനിക്ക് തന്നതിൽ ബ്രോക്കർ ഉണ്ട്. ഇവരൊക്കെ വന്ന് സ്റ്റേഷനിൽ ആകെ കച്ചവടക്കാരെ. അതെ,
ലാസ്റ്റ് SI അന്ന് ഫസ്റ്റ് പറഞ്ഞത് എന്താ വെച്ചാല് അതെല്ലാ പോലീസുകാരും പറയണം. ഇപ്പൊ ഞാനൊരു പോലീസുകാരനാണെങ്കിലും ചിലപ്പോ ഞാൻ പറയും, ചെറിയ ചെള്ളു ചെക്കൻ വന്നിട്ട് ഈ അടവിലെ വണ്ടി വിറ്റിട്ട് വണ്ടി കച്ചവടക്കാരനാണെന്ന് പറഞ്ഞു നടക്കാൻ പാടില്ലല്ലോ. ഞാനാണെങ്കിലും പറയും. പക്ഷെ പുള്ളി അന്ന് സ്ട്രോങ് ആയിട്ട് തന്നെ പറഞ്ഞു എന്നോട്. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങളോട് SI പറഞ്ഞു ഞങ്ങൾക്ക് ഒരു അവസരം തരാം, മൂപ്പരെ കൊണ്ടിരുന്നു. വണ്ടി വാങ്ങിയ ആളെ കൊണ്ടിരുന്നു. പക്ഷെ വണ്ടി കൊറേ പോയി. പക്ഷെ എനിക്കൊരാളെ കിട്ടിയാൽ മതി, ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ ആളെ കിട്ടിയാൽ മതി. ആളെ കിട്ടണില്ല, ആളെ കാണാനില്ല, ആള് ഫോൺ എടുക്കൂല. അങ്ങനെ ഞങ്ങള് ഇയാൾക്ക് 2 വീടുണ്ടായിരുന്നു. ഞങ്ങള് പിന്നെ അന്ന് നമുക്ക് സുഹൃത്തു വലയങ്ങൾ നന്നായിട്ടുണ്ട്, അന്നൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങള് 2 വീടിന്റെ അവിടെയും പിന്നെ ചെക്കന്മാര് നിന്നു. ഇയാൾ 2 വീടിന്റെ അവിടെ. അപ്പൊ ഒരു സുബൈ നമ്മള് ഒരു പുലർച്ചെ 3 മണി 3:30 മണിയായപ്പോ ഇയാൾ വരുന്നുണ്ട്, ഒരു പാട്ടൊക്കെ ഇട്ടൊരു കാറിൽ വന്ന്. ഇയാളെ വീട്ടിൽ വന്നേക്ക് ഇയാളോട് പറഞ്ഞു പ്രശ്നമുണ്ട്. ഇയാള് പറഞ്ഞു കുഴപ്പമില്ല ഞാൻ പോരാന്ന് പറഞ്ഞ് അപ്പൊ തന്നെ സ്റ്റേഷനിൽ പുള്ളിനെ കൊണ്ടുപോയി. പിന്നെ പുള്ളി സ്റ്റേഷനിൽ നിന്നു. പുലർച്ചെ SI വന്നു. SI പറഞ്ഞു ഇയാളാണ് എൻ്റെ വണ്ടി വാങ്ങി. അപ്പൊ മൂപ്പരോട് ചോദിച്ചു, മൂപ്പരന്ന് വണ്ടി വാങ്ങിയോ? മൂപ്പര് സമ്മതിച്ചു, ഞാനാ വാങ്ങിയത്. എന്റെ ഉത്തരവാദിത്തല്ലേ അത് തീർക്കേണ്ടത്. പുള്ളി പറഞ്ഞു വൈകുന്നേരം ആകുമ്പത്തിന് വണ്ടി ഇവിടെ എത്തണം, ഇല്ലെങ്കിൽ അന്നെ പിടിച്ച് ജയിലിലിടുന്നാണ്. ഇയാൾ തീരുമാനം ഉണ്ടാക്കി. 2 ദിവസം കൊണ്ടൊക്കെ വണ്ടി കിട്ടിയത്. വണ്ടി തിരിച്ചേൽപ്പിച്ചു, ലോൺ ക്ലോസ് ചെയ്തു. അന്ന് മുതൽ ഇന്ന് വരെ ഒരു അടവില്ല വണ്ടി എടുത്താൽ എടുക്കും. ഇപ്പൊ നിങ്ങൾക്ക് വിൽക്കാണ്ടെങ്കിൽ അപ്പൊ തന്നെ തീർക്കും. അഥവാ ഇനി ഒരു 10 ദിവസമോ 15 ദിവസമോ ചിലപ്പോ വെച്ചാലും അടവ് തീർക്കാതെ മറ്റാൾക്ക് വണ്ടി വിറ്റിട്ടില്ല. വിറ്റിട്ടില്ല അത്രയും കോൺഫിഡന്റിലാണ് പറയുന്നത്. നമ്മളൊരു ബുദ്ധിമുട്ടുന്ന ഒരു പാഠം പഠിച്ചാൽ, ഒരു ഗുണപാഠം നമ്മൾ പഠിച്ചാൽ അത് നമ്മൾ ലൈഫ് ലോങ് പിന്തുടരണം. 2ാം വട്ടം ചെയ്താൽ ജീവിതത്തിൽ അത് നമ്മൾ തെറ്റാണ്, ജീവിതത്തിൽ രക്ഷപ്പെടില്ല. അന്ന് മുതൽ ഇന്ന് വരെ അത് ഫോളോ ചെയ്ത് പോരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഷോറൂം ഇടുന്നു. അപ്പൊ ഷോറൂമിലേക്ക് എത്താനല്ലേ ഞങ്ങൾക്ക് ഇങ്ങനെ ഫ്രീലാൻസിന് ചെയ്ത് നടന്നാൻ പോരായിരുന്നോ? അല്ല, എനിക്ക് അന്ന് തന്നെ ആഗ്രഹമുണ്ട്. എനിക്ക് വലിയ കച്ചവടക്കാരനാണ്ടേ, ഷോറൂം ഇടണ്ടേ. ഞാന് മലപ്പുറം ജില്ലയിലത്തെ എല്ലാ ഷോറൂമിൽ കൂടിയും പോകും, യാർഡ് കൂടിയും പോകും. ബ്രോക്കറല്ലേ, എല്ലാ ഡീലർമാരത്തും പോയി ഓരോ ഓഫീസിലിരിക്കും. എന്നിട്ട് അവിടുത്തെ വണ്ടികളെ ലിസ്റ്റ് എടുക്കും, ഓൾക്ക് പാർട്ടിനെ കൊടുക്കും, ഓലിന്ന് കച്ചവടം ചെയ്യും. നന്നായിട്ട് കച്ചവടം ചെയ്തിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഞങ്ങൾ ബ്രോക്കർമാർ പാർട്ണറായിരുന്നു. ഞാനും എൻ്റെ പാണ്ടിക്കാടിലെ ഒരു സുഹൃത്തുമാരുടെ പാർട്ണർഷിപ്പിൽ ബ്രോക്കർ പണി. അതായത് അതും നല്ല വൃത്തിക്കാ ചെയ്യുക. അന്നും ഞങ്ങൾ സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ചെയ്തിന്. മാസത്തിൽ കണക്ക് കൂട്ടും, ഞങ്ങൾ 2 ആള് പിന്നെ കമ്മീഷൻ വരേക്കും. ഇതൊക്കെ ചെയ്തതും അന്നും ഇതേപോലെ വൃത്തിക്ക് തന്നെ കൈകാര്യം ചെയ്തിരുന്നു. പക്ഷെ ഇതിനൊക്കെ ഒരുപാട് പാഠങ്ങൾ കിട്ടുകയാണ്. അപ്പൊ ഇതൊക്കെ പോയി ഓരോ ഷോറൂം കാണുമ്പോൾ എനിക്കും തുടങ്ങണം, ഒരു ഷോറൂം തുടങ്ങണം. അങ്ങനെ ഷോറൂം തുടങ്ങണം എന്നുള്ള ആഗ്രഹം പണ്ട് മുതലേ ഉണ്ട്. അപ്പൊ ആഗ്രഹിച്ച് ഞാൻ സ്കൂൾ പഠിക്കുമ്പല്ലേ +1 നിന്നാണോ 10 നിന്നാണോ ഇപ്പോൾ എൻ്റെ കാർഡ് ഉണ്ട്, ഞാൻ വിസിറ്റിംഗ് കാർഡ് അടിച്ചിന്. കാർ ഡീലർ അല്ല, അതിൽ എഴുതിയത് എന്താണോ സംഭവം പറഞ്ഞ അന്ന് എന്നെ കളിയാക്കിന്. അതിൽ എഴുതിയ അന്നത്തെ കാർഡാണല്ലോ ഇപ്പോഴും എൻ്റെ അടുത്ത് ഉണ്ട്, തെരഞ്ഞു നോക്കിയാൽ കിട്ടും. ബോൺ ടു വിൻ, അതായത് ജനിച്ചത് ജയിക്കാനാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോട്ടോ വെച്ചിട്ട് എൻ്റെ മൊബൈൽ നമ്പറും വെച്ചിട്ട് പിന്നെ ഒരു ബൈക്കിന്റെ ഫോട്ടോ വെച്ചിട്ട് ഞാൻ വിസിറ്റിംഗ് കാർഡ് അടിച്ചിരുന്നു. അപ്പൊ അന്ന് മുതലേ നമ്മളെ മൈൻഡ് സെറ്റ് ഇതുണ്ട്. ഏത് ഇപ്പൊ എന്റെ മൈൻഡ് സെറ്റ് ജയിക്കാനാണ് കളിക്കണത്. അത് അന്ന് എന്റെ സുഹൃത്തുക്കളും അതേപോലെ ചെയ്തിരുന്നു കേട്ടോ. ഞങ്ങളൊക്കെ ഓരോരുത്തരും വിസിറ്റിംഗ് കാർഡ് ഉണ്ടാക്കുമല്ലോ. അങ്ങനെ അവർ ചെയ്തപ്പോ ഞാൻ ഇതിങ്ങനെ ഉണ്ടാക്കിയത്, ഞാൻ വണ്ടി കച്ചവടക്കാരന്റെ പോലെ വിസിറ്റിംഗ് കാർഡൊക്കെ ഉണ്ടാക്കിയിട്ട് അന്ന് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കൂലിപ്പണിക്കും പോകുന്നുണ്ട്, എന്നാലും ഞാൻ കൂലിപ്പണിക്ക് പോകുമ്പോഴും പിന്നെ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ചെയ്ത് ബാഗൊക്കെ ഇട്ട് പണിക്ക് പോകണത് കണ്ടാക്കി ഇതിപ്പോൾ കോളേജിൽ പോവാണ്, കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ചിട്ട് പോകും. അവിടുന്ന് പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അതേ ലുക്കിൽ തന്നെ തിരിച്ചും പോരും. പിന്നെ ഫോട്ടോസ് ഒക്കെ ഉണ്ടെങ്കിൽ ബീറോൾ ഇടണേ, അതുണ്ട്, ഫോട്ടോസ് ഒക്കെ ഉണ്ട്, എല്ലാ സാധനം നമ്മൾ ഇല്ലാത്തൊന്നും പറയില്ലല്ലോ. ഇത് ഏതൊരു പടത്തില് ആരൊക്കെ അറിയാം, ഇന്നസെന്റോ സുരാജ് ഫുൾ സെറ്റപ്പിൽ വന്നിട്ട് സാധനങ്ങൾ പെട്ടീനെടുക്കുന്ന ഒരു സീനുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങള് അങ്ങനെ ഷോറൂം എത്ര ഷട്ടർ ഷോറൂം നിങ്ങൾ തുടങ്ങി? അന്ന് എന്റെ അഭിപ്രായത്തില് അതിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്, 2 ഷട്ടർ, പിന്നെ അതിന്റെ ഉള്ളിലൊരു 4-5 വണ്ടി ഇടാം, പുറത്തൊരു 4 വണ്ടി ഇടാം. പിന്നെ അവിടെ എന്താ ചെയ്ത വെച്ചാല് ആ റോഡ് സൈഡ് ഫുള്ള് ഞാൻ കീഴടക്കി. ഒരു തല മുതൽ ഈ തല വരെ വണ്ടികൾ ഞങ്ങൾ ലൈനിടും. അതിന്റെ ഫോട്ടോ ഇപ്പോഴും ഫേസ്ബുക്കിലുണ്ട്. അപ്പൊ അത്രയും വണ്ടികൾ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. മാരുതി 800, സെൻ എസ്റ്റിലോ, അൾട്ടോ, പിന്നെ തവേര, പിന്നെ ഇങ്ങനെ പതിയെ ഇന്നോവയ്ക്ക്, കോളീസ്, പിന്നെ നമ്മളെ അംബാസഡർ, പിന്നെ അങ്ങനത്തെ വണ്ടികൾ, ടാറ്റന്റെ വണ്ടികൾ, എല്ലാ ആ ടൈപ്പ് ഓഫ് കാർസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ഇതിട്ടു. പക്ഷെ നിങ്ങളെ കസ്റ്റമർ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കണേ? കസ്റ്റമർ ഞാൻ ഈ സഞ്ചരിച്ചില്ലേ, ഞാൻ മുന്നേ സഞ്ചരിച്ച വഴികൾ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതാണ് ഇപ്പത്തെ എല്ലാരും ഇപ്പൊ എന്നെ കണ്ടു,
അൻഫാൽ കച്ചവടം ചെയ്യുന്നുണ്ട്, ആ. ഷോറൂം ഉണ്ട്, ആ. വണ്ടി ഉണ്ട്. ആ. ഇത് തുടങ്ങാൻ ആർക്കും തുടങ്ങാം. നിങ്ങളെ അടുത്ത് അല്ലെങ്കിൽ നിങ്ങളെ വാപ്പാൻ്റെ അടുത്ത് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് പൈസ കൊടുത്തിട്ട് ഷോറൂം ഉണ്ടാക്കണം, 10 കാറ് വാങ്ങിയിട്ട് തുടങ്ങാൻ എളുപ്പമാണ്. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. എന്നെ സംബന്ധിച്ച് ഇന്നും എനിക്ക് കോൺഫിഡൻറ്റ് എന്താ, ഞാൻ അന്നാ വഴി സഞ്ചരിച്ചു, അന്നില്ല എൻ്റെ കോണ്ടാക്ട്സ് വെച്ചിട്ടാണ് എനിക്ക് കസ്റ്റമർ വന്നിരുന്നത്, ഞാൻ സെല്ല് ചെയ്തിരുന്നത്, പർച്ചേസ് ചെയ്തിരുന്നത്. എനിക്ക് പഠനം കഴിഞ്ഞിട്ടാണ് ഞാൻ ഷോറൂം തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് എന്തില്ല, ഒരു വണ്ടിയോ 2 വണ്ടിയോ എടുക്കാനോ വിൽക്കാനോ ഒന്നും പേടില്ല. ഓൾറെഡി കസ്റ്റമർ ഉണ്ട് എനിക്ക്. നിങ്ങൾ ആദ്യം നെറ്റ്വർക്ക് ആണ് ഉണ്ടാക്കിയത്, ഡിസ്ട്രിബ്യൂഷൻ ആണ് ഉണ്ടാക്കിയത്. അതെ, അതെ, നമ്മൾ പറയും യൂട്യൂബിൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഉണ്ടാക്കേണ്ടത്. അതെ. അപ്പൊ അതേപോലെ നിങ്ങൾ ആദ്യം നെറ്റ്വർക്ക് ആണ്, അതൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഒരു ഷോറൂം ഇട്ടത്. ആദ്യം തന്നെ പോയിട്ട് ഷോറൂമിലല്ല പൈസ കളഞ്ഞ് അല്ല. അത് ഷോറൂമിൽ പൈസ കളയാ പറഞ്ഞാല് അന്ന് ഞാനും എൻ്റെ അനിയന്മാരും കൂടിയിട്ടാണ് മണ്ണ് കൊടുന്നിട്ടതും, പിന്നെ കോൺക്രീറ്റ് ഇട്ടതും, പിന്നെ അതേപോലെ എല്ലാ വർക്ക് ചെയ്യുന്നതും, പിന്നെ കോൺക്രീറ്റ് ചെയ്യാൻ നമ്മൾ സുഹൃത്തുക്കൾ തന്നെ വന്ന് കോൺക്രീറ്റ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ. അല്ലാതെ നമ്മളത്തില്ല പൈസ, വണ്ടി ആകെ 1-2 കാർ വാങ്ങാനുള്ള പൈസ ഉണ്ടാവുക. അത് കൊടുത്തിട്ട് നമ്മൾ കുറെ ഇന്റീരിയറും AC ഇതും വെച്ചിട്ട് എന്താ കാര്യം? നമ്മൾ അവിടെ എല്ലാം മേശയും കസാല ഇട്ടിട്ടായിരുന്നത്. അവിടെ ആഡംബരം കാട്ടിട്ട് കാര്യമില്ല. അത് നമ്മൾ കച്ചവടമാണ് ഫോക്കസ് ചെയ്ത്. അന്ന് നിങ്ങൾ മാക്സിമം കാറുകൾ വിൽക്കുക, ഇരുന്നിട്ട് കാല് കിട്ടുക. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ഷോറൂം ഇട്ടു. ആ ഷോറൂം ഇട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എങ്ങനെ നിങ്ങൾ യാത്ര പോണേ? പിന്നെ അവിടുന്ന് ഞങ്ങള് പിന്നെ ഇതേപോലെ വാട്സാപ്പ് ത്രൂ ആണ്. അന്നൊക്കെ വാട്സാപ്പ് ഉണ്ട്. അന്ന് ഫേസ്ബുക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറയും ഇപ്പൊ സോഷ്യൽ മീഡിയയില് ഇപ്പോഴല്ല, നിങ്ങൾ 2014 എന്റെ ഫേസ്ബുക്ക് അൻഫൽ സഫാരി പറഞ്ഞൊരു ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ട്. അത് 2014 പോയി ഒക്കെ നിങ്ങൾക്ക് കാണാം. അന്ന് എന്റെ ഉദ്ഘാടനങ്ങള്, എന്റെ അടുത്ത് വരുന്ന വണ്ടികള്, ഞാൻ വെറുതെ എന്റെ ഡ്രസ്സിങ് ഫോട്ടോകള്. ഇപ്പൊ ആൾക്കാർ പറയും നമ്മളിപ്പോ ഡ്രസ് ചെയ്ത് തുടങ്ങിയാണ്, പക്ഷെ അന്നേ എന്റെ ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണ്. അതെ, ഞാൻ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇടും. കുറെ ആൾക്കാർ പുളിച്ചാണ് പറയും, അല്ലെങ്കിൽ അതാണ് ഇതാന്നൊക്കെ പറയും. പക്ഷെ അതൊന്നുമല്ല, നമ്മളെ മാർക്കറ്റ് ചെയ്യാണ്. അന്നേ നമ്മൾ ഫേസ്ബുക്കിൽ ഫോട്ടോകൾ കാര്യങ്ങളൊക്കെ ഇടും. ഇതൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ ഞാൻ അന്ന് ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടുമ്പോ തന്നെ കരുവാരത്തെ പ്രവാസികളുണ്ട്, ഇവരവിടെ ഇരുന്നത് കാണുമല്ലേ. അപ്പൊ അവര് ആ വണ്ടി നാടുമായിട്ടുള്ള ബന്ധം ഫേസ്ബുക്കാണ്. അപ്പൊ അവരെന്നെ വിളിക്കും, ഇന്നലെ ഫോട്ടോ ഇട്ട ഇന്നോവ. അന്ന് മുതല് അങ്ങനെ വന്ന ടിക്ടോക്ക് വന്നില്ലേ. ടിക്ടോക്ക് വന്നപ്പോ ടിക്ടോക്കിൽ ആക്റ്റീവാ. ഇപ്പോഴും എന്റെ ടിക്ടോക്കിൽ ആ പേജ് ഉണ്ട്. ടിക്ടോക്കിൽ ഞാൻ പിന്നെ ബൈക്ക് ഓടിക്കണത്, നമ്മളെ കാറുകള്, വണ്ടി ചാവി എടുക്കണമൊക്കെ അന്ന് ടിക്ടോക്കിലുണ്ട്. നിങ്ങൾ കയറി ഞാൻ ചാവി എടുക്കുന്ന വീഡിയോ ടിക്ടോക്കിലുണ്ട്. അപ്പൊ സോഷ്യൽ മീഡിയ അന്നേ പോലും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ ഇത് വന്നില്ലേ, ലോക്ക്ഡൌൺ ഒക്കെ വന്നില്ലേ, ആ ടൈമിലാണ് നമ്മളെ ലോക്ക്ഡൌണിന്റെ കുറച്ച് മുന്നേ നമ്മളെ ടീം ടെക് പറഞ്ഞൊരു ചാനലുണ്ട്. ടീം ടെക് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഇവര് യൂസ്ഡ് കാറിന്റെ ഷോറൂമുകൾ പോയി റിവ്യൂ ചെയ്യുന്ന നല്ല അടിപൊളി ചാനലാ. അതായത് വണ്ടി വാങ്ങേണ്ടവർക്കൊക്കെ നല്ല ബെറ്റർ ചാനലാ. അപ്പൊ അവരെ ഒരു ദിവസം നമ്മളെ ഷോറൂമിൽ വന്നിട്ട് കരുവാരമുണ്ട് ഞങ്ങൾ വീഡിയോ ചെയ്തു. അങ്ങനെ പുള്ളിയാണ് എന്നെ ക്യാമറന്റെ മുന്നിൽ ഔദ്യോഗികമായിട്ട് യൂട്യൂബിൽ നിർത്തുന്നത്. അത് ഞാൻ എവിടെ പറയും, കാരണം ഫസ്റ്റ് നമ്മൾ യൂട്യൂബ് ചാനലിൽ വരുന്നത് പുള്ളിന്റെ ചാനലിലൂടെയാണ്. അങ്ങനെ പുള്ളി ഉദ്ഘാടനത്തിന് വരും. ഇപ്പൊ ഞാൻ ആദ്യം പുള്ളിനെ വിളിച്ചത്, പിന്നെ ജിതിൻ. പിന്നെ ജിതിന്റെ കൂടാന്ന് വേറെ ഷാനു എന്നൊക്കെ പറഞ്ഞിട്ട് അവര് 2-3 ടീമുകളുണ്ടായിരുന്നു. അങ്ങനെ അവരാണ് എന്റെ ക്യാമറ, അവരാണ് യൂട്യൂബിൽ എന്നെ നിർത്തുന്നത്. അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുക്കണം. അപ്പൊ അന്ന് നമ്മൾ റീവണ്ടി നന്നായിട്ട് ചെയ്യൽ തുടങ്ങി. അതായത് ഇന്നോവ ക്രിസ്റ്റൽ, എന്താണ് അതർ സ്റ്റേറ്റിൽ നിന്ന് കാർ കൊണ്ട് എന്നിട്ട് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ട് കൊടുക്കും. അപ്പൊ അന്നിന്റെ അടുത്ത് ഒരുപാട് ഇന്നോവ ക്രിസ്റ്റലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് വീഡിയോ ചെയ്തപ്പോ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ചെയ്യാം. വളരെ പേടിച്ച് വളരെ സ്മൂത്തോട് കൂടിയൊക്കെയാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത്. അത് നല്ല റിസൾട്ട് ഉണ്ടായി. യൂട്യൂബ് ചാനലിൽ വീഡിയോ പോയപ്പോ നല്ല റിസൾട്ട് ഉണ്ടായി. അങ്ങനെ വണ്ടികളൊക്കെ പോയി. ഞാൻ പുതിയ സ്റ്റോക്ക് കയറ്റി പുള്ളിയെ വീണ്ടും വിളിച്ചു, വീണ്ടും വീഡിയോ എടുത്തു. അങ്ങനെ 3-4 പ്രാവശ്യമൊക്കെ ചെയ്ത്. ഇതേ ടൈമിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ പ്രചോദനം വരുമല്ലോ. പിന്നെ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ഞാൻ ജിതിനെ വെച്ചിട്ട് നമ്മളൊരു ചാനൽ തുടങ്ങുന്നുണ്ട്, നിങ്ങളും വരിക, നമ്മളും ചെയ്യാം. അല്ലാതെ ഓലെ സ്റ്റോപ്പ് ചെയ്തിട്ട് തുടങ്ങിയതല്ല, ഒരാൾ ഏർപ്പാട് മുടക്കാൻ തുടങ്ങിയതല്ല. അങ്ങനെ അവരും വരും, ഞാനും യൂട്യൂബ് വീഡിയോ ചെയ്യും. ഞാൻ പിന്നെ എനിക്ക് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഞാൻ അതിനെപ്പറ്റി പഠിച്ച് അടിപൊളിയായിട്ട് ചെയ്യൽ തുടങ്ങി. അന്ന് എന്റെ അഭിപ്രായത്തിൽ വണ്ടി കച്ചവടക്കാർ സ്വന്തമായിട്ട് യൂട്യൂബർ ചിലപ്പോൾ ഞാനേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. വണ്ടി കച്ചവടം ചെയ്യുന്ന ഒരാള്. വ്ളോഗേഴ്സും പ്രൊമോഷനും ചാനലൊക്കെ ചിലപ്പോൾ പലതും ഉണ്ടാവും. എനിക്ക് വളരെ വലിയ അമ്പുകൾ വന്നു നേരെ. അതായത് ഭയങ്കര സങ്കടമാവാനുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായി. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ വണ്ടി പിന്നെ വീഡിയോ ചെയ്യണു, വണ്ടി വിൽക്കണു, ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോ
ഒരു പിന്നെ ഇത് പറഞ്ഞു ഓൻ അങ്ങനെ കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കച്ചവടം പോവില്ലേ, അതായത് സാധാരണക്കാർക്ക് എങ്ങനെ കച്ചവടം ചെയ്യാൻ പറ്റുന്നില്ലൊക്കെ. ഞാൻ ഈ വീഡിയോ ഇട്ട് വിൽക്കുമ്പോഴും ഒരുപാട് സാധാരണക്കാർക്ക് ഞാൻ വണ്ടി എടുക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ബ്രോക്കേഴ്സിന്റെ അടുത്ത് വന്ന് കച്ചവടം ചെയ്യുന്നുണ്ട്. ഇന്നും ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്നത് നമുക്ക് കച്ചവടം കൊണ്ടുവരുന്ന ആൾക്കാരെ, അതായത് ബ്രോക്കേഴ്സ്. ഞാൻ ആ വഴിയിലൂടെ വന്നതുകൊണ്ട്, അതായത് ഇപ്പൊ ഞാൻ എറണാകുളത്ത് ഷോറൂം വന്നപ്പോഴും ഞാനിവിടെ നമ്മളെ സുഹൃത്തുക്കളോട് പറഞ്ഞത്, എടാ ഞാൻ പരിചയമില്ലാത്ത ഒരുപാട് സാധാരണക്കാരായ ബ്രോക്കേഴ്സ് ഉണ്ടാവും, ഡീലേഴ്സ് ഉണ്ടാവും, വൻകിട ടീം ഉണ്ടാവും, എല്ലാവരും ഞാൻ പോയി കണ്ടു ക്ഷണിച്ചിട്ടുണ്ട്. കാരണം അതൊരു സോഷ്യൽ മീഡിയ ഉണ്ടായി എഴുതി നഷ്ടപ്പെടുന്ന സാധനമല്ല. അല്ല അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇപ്പൊ എന്താ പ്രശ്നം? അതുകൊണ്ടല്ല ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കണത്. ഞാൻ പക്ഷെ നെവർ മൈൻഡ് ആണ്. എനിക്ക് ഒരാളെയും പേടിയില്ല, അള്ളാനെ മാത്രമേ എനിക്ക് പേടിയുള്ളൂ. പക്ഷെ ഞാൻ എത്രത്തോളം ഒരാൾ മുന്നിൽ താകാൻ പറ്റുമോ അത്രത്തോളം താവും. അതേപോലെ നമ്മളെ ചവിട്ടി താത്താൻ നോക്കുക, നമ്മളായിട്ട് എതിര് നിൽക്കുക, നമ്മളെ പൂട്ടി, അതിനെനിക്ക് പേടിയില്ല, അതിനെനിക്ക് യാതൊരു പേടിയില്ല. അപ്പൊ അന്നും ഞാൻ ഭയങ്കര ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോയി. ഇന്ന് ആ പറഞ്ഞ ആൾക്കാർക്കൊക്കെ സ്വന്തമായിട്ട് ഇൻസ്റ്റാഗ്രാം പേജും സ്വന്തമായിട്ട് ആങ്കർമാരുമാണ്. അന്നും ഞാൻ പറയണില്ല, ഞാൻ ഇപ്പൊ അത് കാണുന്നുണ്ട്. അന്ന് ഇതിന്റെ ഇപ്പൊ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ ഇപ്പൊ അവിടെ ഉണ്ട്. ഞാൻ പോവാണെങ്കിൽ പോലെ വിളിച്ച് കേൾപ്പിച്ചാൽ ഞാൻ ഇപ്പോഴും അത് കാണുമ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കൂടാ ഇതാ സംഭവം. അന്ന് ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ നിങ്ങളോട് ഞാൻ പറയുന്നത്, ഒരു അപ്ഡേഷൻ വരുമ്പോ നാട് മുന്നോട്ട് പോകുമ്പോ നമ്മൾ മുന്നോട്ട് പോകണം, ഇല്ലെങ്കിൽ നമ്മൾ ഔട്ടാവും. ഇല്ലേ? ഞാന് എന്റെ അനിയന്മാര് ഒരു ടൈമിൽ എന്നോട് പറയും, അല്ലെങ്കിൽ എന്റെ കൂടെയുള്ള സ്റ്റാഫുകൾ പറയും, നിങ്ങൾക്ക് ചെറിയൊരു തന്ത വൈബ് കയറുന്നുണ്ട്. അത് ശരിക്ക് തന്ത വൈബ് കയറുന്നതിലുപരി നമുക്കൊരു പക്വത ഇതൊക്കെ വരികയാണ്. ചിലപ്പോ നമുക്ക് പാട്ടിന്റെ സൗണ്ട് ഇഷ്ടപ്പെടൂല. ഞാൻ അതിലൊരു പിന്നെ ഇപ്പൊ നമ്മള് കൊച്ചിയിലുള്ള ഇരിക്കുന്നത്, രാത്രി നല്ല പട്ടപട്ടേറെ പൊട്ടിച്ച് വണ്ടി പോകും. എനിക്കത് പെട്ടെന്ന് ഞാൻ പറഞ്ഞു എന്ത് കാര്യമാണ് അതൊക്കെ ചോദിച്ചു പോയി. അപ്പൊ അതെ, അപ്പോ അത് ശരിക്കും പക്വതയാണ്. ഞാൻ പറയുന്നത് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ അപ്ഡേഷൻ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞ യൂട്യൂബ് ലൈവ് അവിടേക്ക് ഞാൻ വരാം. അപ്പൊ അന്നത്തെ ഒരു നാടിന്റെ പോക്കാൻ കാണുകയാണ്, സോഷ്യൽ മീഡിയന്റെ റീച്ച് എന്താന്ന്, സോഷ്യൽ മീഡിയന്റെ ഉപയോഗം എന്താന്ന് ഞാൻ കാണുകയാണ്. ഞാനത് നന്നായിട്ട് ഉപയോഗപ്പെടുത്തി. അല്ലേ? അതായത് ഞാൻ അന്നും അതേപോലെ വാട്സപ്പ് ഉപയോഗിച്ചിരിക്കുകയാണെങ്കിൽ ഇന്നും ഞാൻ ആ കരുവാര കൊണ്ട് അതേ ഷോറൂമിൽ ഇരിക്കേണ്ടി. ഈ പറഞ്ഞ ആൾക്കാർക്ക് ചിലപ്പോൾ പല ഏർപ്പാടും, ചിലപ്പോൾ അവർക്ക് കുടുംബപരമായിട്ട് സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്റെ കുടുംബം പട്ടിണിയാവില്ലേ? അപ്പൊ ഞാൻ ഈ സാധ്യതകളൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ള ലക്ഷ്യമുള്ളൂ. അപ്പോ ഈ ആളുകൾ ഇപ്പോഴാണ് അതിക്ക് വന്നത്, അല്ലേ? ഇന്ന് നാട് കുറച്ചുപാടെ മുന്നോട്ട് പോയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഒക്കെ കുറച്ചുപാടെ ഉള്ളൂ. സോഷ്യൽ മീഡിയ ഉണ്ട്, ഇപ്പോ ആക്ടിവേറ്റ് ഉണ്ട്. എന്റെ അഭിപ്രായത്തിൽ കുറച്ചും കൂടെ കഴിയുമ്പോൾ അടുത്ത ഒരു ലോകം വരാൻ പോവാണ്. നമ്മൾ അതിലോട്ട് സ്വിച്ച് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താവും, നമ്മൾ ഓവർടേക്ക് ചെയ്ത് ഇഷ്ടംപോലെ ആൾക്കാർ പോവാണ്ട്. അപ്പോൾ ആ ടൈമിൽ കറക്റ്റ് അത് ഉപയോഗപ്പെടുത്തി. ഇങ്ങനെയൊക്കെ സങ്കടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും പക്ഷെ ഇന്ന് അവരൊക്കെ അംഗീകരിച്ചു. അല്ലെങ്കിലും ഓൺടർപ്രണേഴ്സ് അങ്ങനെയല്ലേ? അതെ, നമ്മളെല്ലാരും വഴിയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാല് നമ്മൾ വേറെ ലെവൽ ഓൺടർപ്രണർ ആവൂല. അത്രേ ഉള്ളൂ. നമ്മള് കുറച്ചൊന്ന് പുതിയ വഴികളിലൂടെ സഞ്ചരിച്ചാലേ അത് എത്തുള്ളൂ. ഇപ്പൊ ഷാൻ ബ്രോ ഞാൻ കാര്യം പറയട്ടെ, ഇപ്പൊ ഞാൻ അന്ന് സോഷ്യൽ മീഡിയയിൽ ചെയ്തപ്പോ ഒരുവിധ ആൾക്കാർക്ക് സോഷ്യൽ മീഡിയ ഇല്ലാന്നല്ലോ. എന്നോട് ഒരുപാട് ആൾക്കാർ ഇതേപോലെ വന്നിരിക്കും, ക്യാമറ ഇന്റർവ്യൂവിനല്ല, എന്നോട് ചോദിക്കും നിങ്ങൾ എന്താ ചെയ്യല്. വളരെ സത്യസന്ധമായിട്ട് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ വീഡിയോ എടുക്കണം, വണ്ടിനെ പറ്റി ഇങ്ങനെ പറയണം, നിങ്ങൾ തന്നെ പേജിൽ ഇട്ടോളി. വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു കൊടുത്ത് ഇന്ന് വീഡിയോ ചെയ്ത് ഇന്ന് എപ്പോഴും എന്നെ വിളിച്ച് ഇഷ്ടത്തോടെ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്കതിൽ സന്തോഷമുള്ളൂ. ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു അപ്ഡേഷൻ, ഇപ്പൊ ഞങ്ങൾ കരുവാരകുണ്ട് യാർഡ്, ഒരുപാട് ആൾക്കാർ അവിടെ വരും, കംപ്ലീറ്റ് ഫോട്ടോ എടുക്കും, ചോദിക്കും ചെയ്യും. അവിടെ നമ്മളെ ഓഫീസ് ഫോട്ടോ എടുക്കും, യാർഡ് ഫോട്ടോ എടുക്കും, അവർക്ക് ഉണ്ടാക്കാനാണ്. ഇന്ന് അതേപോലെ ഉണ്ടാക്കിയ യാർഡുകളുണ്ട്. ഞാൻ അതിൽ ഹാപ്പിയാണ്, കാരണം ഞാൻ സാധനം കൊണ്ടുവന്നു, അതേപോലെ മറ്റൊരാൾ ചെയ്യുമ്പോൾ ഞാൻ അതിൽ ഹാപ്പിയാണ്. പക്ഷെ ഞാൻ അപ്പോഴും അവിടെ തന്നെ നിൽക്കുമ്പോൾ അതേപോലെ നിൽക്കും. അപ്പൊ ഞാൻ അടുത്ത അപ്ഡേഷൻ നോക്കും. അപ്പൊ അത് നമ്മൾ അതൊരു സംരംഭകൻ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇപ്പൊ നമ്മള് മാത്രം പൈസ ഉണ്ടായി നാട്ടുകാർക്ക് മൊത്തം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ രസം, അതിലൊരു എനർജി കിട്ടുള്ളൂ. ഇപ്പൊ ഞാൻ ഇപ്പൊ രക്ഷപ്പെട്ടുമ്പോ അപ്പുറത്തെ കടക്കാർക്ക് ലാഭമാണ്, അവിടുന്ന് ഞാൻ സാധനം പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ സ്ഥലം വാങ്ങി വീട് വെക്കുകയാണെങ്കിൽ അവർക്ക് മെച്ചാണ്. എന്റെ സുഹൃത്ത് രക്ഷപ്പെടുമ്പോൾ എൻ്റെ ഇരുന്ന് വണ്ടി വാങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ എന്റെ സുഹൃത്ത് രക്ഷപ്പെട്ട അവൻ്റെ ഒരു 10 കടയിലും വാങ്ങാം. ഇല്ലേ? അപ്പൊ നിങ്ങൾ രക്ഷപ്പെടുമ്പോഴല്ലേ നാളെ നിങ്ങൾ വിളിക്കുമ്പോ, അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഇന്ന് ഇവിടുന്ന് പോയിട്ട് ഞാൻ ആഗ്രഹിക്കേണ്ടതാണ് നിങ്ങൾക്കൊരു ഭയങ്കര സെറ്റപ്പിൽ എത്തട്ടെ. കാരണം നിങ്ങൾക്ക് ഒരു യൂസർ കാറിന്റെ ഒരു ബന്ധമല്ലേ ഞാനാണ്. അപ്പൊ നിങ്ങൾ വിളിക്കാണ്, അൻഫൽ ബ്രോ റോൾസ് റോയ്സ് വേണം, അപ്പഴല്ലേ വരുള്ളൂ. രക്ഷപ്പെടണം. പിന്നെ ദൈവം എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, ദൈവത്തിനെ നമുക്ക് ടെക്നിക്കൽ പരമായിട്ട് നമ്മൾ ആളാക്കാം. ഞാൻ കുറ്റം കിട്ടുമോ എനിക്കറിയില്ല, ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. അതായത് ദൈവം പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ മറ്റുള്ളവന്റെ നന്മ ആഗ്രഹിക്കണം, മറ്റുള്ളവനെ കുറ്റം പറയരുത്. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കാണ്, പടച്ചോനെ അല്ലെങ്കിൽ പിന്നെ ദൈവമേ
എൻ്റെ സുഹൃത്ത് ഷാൻ ബ്രോക്ക് നല്ല ബിസിനസ് കൊടുക്കണേ, നല്ല വരുമാനം കൊടുക്കണേ, അദ്ദേഹത്തിന് ആരോഗ്യം കൊടുക്കണേ, അദ്ദേഹത്തെ അപകടങ്ങളെ തൊട്ട് കാക്കണേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യാണ്, ഷാൻ ബ്രോക്ക് വേണ്ടി പ്രാർത്ഥിക്കാണ്. അപ്പൊ ദൈവം നോക്കണേ, എന്റെ പ്രാർത്ഥന ആത്മാർത്ഥമായിരിക്കണം. അപ്പൊ ദൈവം നോക്കണേ. അപ്പൊ ഇവന്റെ സുഹൃത്തിന്റെ വിജയം ഇവൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സുഹൃത്തും വിജയിക്കട്ടെ, ഇവനും വിജയിക്കട്ടെ. എനിക്ക് ഓട്ടോമാറ്റിക്കലി തരാണ്, അതോടൊപ്പം നിങ്ങൾക്കും തരാണ്. അല്ല, അത് വളരെ ക്ലിയർ ആയി. എനിക്ക് വളരെ ഞാൻ വേറൊരാളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ആ ആളോ അല്ലെങ്കിൽ ആ ആളെ നെറ്റ്വർക്കിൽ ആരോ എന്ന് വന്നിട്ട് ഇന്നെ തിരിച്ചും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. 100%. ഇതൊക്കെ നമ്മളെ കണ്ണു മുന്നിൽ നമുക്ക് തെളിവ് പടച്ചോൻ കാണിച്ചു തരും. കാരണം എന്താ വെച്ചാൽ പിന്നെ ഇങ്ങക്കൊരു ആപത്ത് വരും, ഇങ്ങക്ക് കച്ചവടത്തിലൊരു വീഴ്ച വരാണ്. ഈ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണ എനിക്ക് സങ്കടമാണോ സന്തോഷമാണോ ഉണ്ടാവുക? ഉറപ്പായിട്ട് സങ്കടമല്ലേ? അല്ലേ? അപ്പൊ അതാണ് ഇതിന്റെ ടെക്നിക്ക്. അതായത് നമ്മളെല്ലാവർക്കും ഇപ്പൊ എന്നോട് ഇവിടെ വന്നിട്ട് ആൾക്കാർ ചോദിക്കും, നമ്മളെ കോമ്പറ്റീറ്റർ ആരാ? ഞാൻ കോമ്പറ്റീറ്റർ ഇതെന്താ ഫുട്ബോളോ അല്ലെങ്കിൽ ക്രിക്കറ്റോ? ഇതല്ലേ, ഇത് കച്ചവടമല്ലേ? പോലെ അവരെ കുടുംബത്തിന്റെ പിന്നെ അരിമാർഗാണ്, എനിക്ക് എന്റെ കുടുംബത്തിന്റെ അരിമാർഗാണ്, മറ്റുള്ളവർ അവരെ കുടുംബത്തിന്റെ അരിമാർഗാണ്. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുമ്പോ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പൊ പടച്ചോ അവർക്ക് കൊടുക്കണില്ലാതെ ചിലപ്പോ എനിക്ക് തരും. കാരണം എന്താ വെച്ചാൽ ഇവൻ ആഗ്രഹിക്കണ ഓലയുമാടെ വിജയമാണ്. ഇവന്റെ അടുത്ത് കുശുമ്പില്ല, കുഞ്ഞാട്ടില്ല. അപ്പൊ നമുക്ക് ഈമാടെ എന്ത് ചെയ്യും, പടച്ചോൻ തരും, ഓൽക്കും കൊടുക്കും. അല്ല, ഞാൻ ലൈഫിൽ പഠിച്ചത് ബാക്കിയുള്ളവരെ വളർത്തുക, മാക്സിമം ചെയ്യാൻ. അതെ. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മൾ കൂടെ വരും. ഇപ്പൊ നമ്മളെ കൂടെ എന്റെ അഭിപ്രായത്തില് ഒരു 10-70 ആള് എന്റെ അഭിപ്രായത്തിൽ ഞാൻ എന്റെ ഒരു ലക്ഷ്യം ടാർഗറ്റ് എന്ന് പറഞ്ഞ ഒരു 6 മാസം കൊണ്ട് ഒരു 100 ആള് എന്റെ കൂടെ വേണമെന്നാണ്. അതായത് ജോലി ചെയ്യുന്ന ആൾക്കാര്. ഈ 100 ആൾക്ക് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റാ. ഒരു മാസം തികയുമ്പോ 70 ആക്കിയ ശമ്പളം കൊടുക്കണ്ടേ? അത് അവര് വർക്ക് ചെയ്തിട്ടാണ്, അത് അവരെ അവകാശമാണ്, ഇതൊക്കെയാണ്. പക്ഷെ എനിക്ക് ആ ജോലി കൊടുക്കാൻ കഴിഞ്ഞില്ലേ, ഇത് വലിയ അച്ചീവ്മെന്റ് അല്ലേ? നിങ്ങൾ യൂട്യൂബ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത് പറ്റിയിരുന്നോ? ഒരു പറഞ്ഞപ്പോ നിങ്ങൾ യൂട്യൂബ് നിർത്തി, അത് പറ്റുമായിരുന്നോ? അത് പറ്റൂലായിരുന്നു. അത് അപ്പൊ പഠിച്ച ചിലപ്പോൾ വേറെ വഴികൾ തരുമായിരുന്നു. ഇത് ഇങ്ങനെയാണ് സെറ്റ് ചെയ്തത്. പക്ഷെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഞാൻ നന്നായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, ഇപ്പോഴും ഉപയോഗപ്പെടുത്തുന്നുണ്ട്, ഇനിയും ഉപയോഗപ്പെടുത്തും. ഇനി വേറെ എന്തെങ്കിലും സാധനം വന്നാൽ അതും ഉപയോഗപ്പെടുത്തും. അതെ. അല്ല, അപ്പൊ നിങ്ങൾ യൂട്യൂബിൽ തുടങ്ങി, അപ്പൊ എങ്ങനെയാണ് ആ ഒരു കസ്റ്റമർ ഫ്ലോ കൂടിയത്? അപ്പൊ അത് പിന്നെ നമ്മളെ ആ ജിതിന്റെ വീഡിയോയിൽ തന്നെ അത്യാവശ്യം നല്ല നമുക്ക് കസ്റ്റമർ ക്ലൈന്റ് വന്നിരുന്നു. പിന്നെ ഞാനായിട്ട് വീഡിയോ ചെയ്തപ്പോ എന്ത് ചെയ്ത്, ഞാൻ വണ്ടികളെ വിൽക്കൽ മാത്രമല്ല ചെയ്തത്, ഇത് എനിക്കൊരു പാഷനായി കയറി. ഞാൻ വണ്ടിപ്രാന്ത് ആദ്യം ഉണ്ട്, വീഡിയോയും കൂടി യൂട്യൂബിൽ അടിപൊളിയായിട്ട് ഞങ്ങൾ വണ്ടികളൊക്കെ നിരത്തിയിടും. ഒരു കളി 2 വണ്ടിന്റെ കളിയില്ല, 8 വണ്ടി 10 വണ്ടി ക്രിസ്റ്റ, 10 ഇന്നോവ. അല്ല, അങ്ങനെയല്ല, യൂട്യൂബില. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടപ്പോ പിന്നെ നമ്മളത് ഇല്ലത് അന്നും ഇന്നും ഞാൻ ക്യാമറയുടെ മുന്നിലാണ് അറിയണത്. ഇപ്പോഴും അത് പറയല്ല കോൺഫിഡന്റ് ഞാൻ ചെയ്യാത്തതാണ്. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ യൂട്യൂബിൽ പറഞ്ഞിട്ടുള്ളൂ. ഒരാളെ കുറ്റം പറഞ്ഞ് ദ്രോഹിച്ചിട്ടില്ല, ഒരാൾക്ക് സങ്കടമാകുന്ന കാര്യം ചെയ്തിട്ടില്ല, ഒരു വണ്ടി നുണ പറഞ്ഞിട്ടില്ല. കാരണം അത് നുണ പറഞ്ഞ് വിറ്റ് കഴിഞ്ഞാൽ അത് കോടതി പ്രൂഫാ, ആ തെളിവാടുണ്ട്, ഓൾക്ക് എന്തും ചെയ്യാം. നിങ്ങൾ ചെക്ക് ചെയ്തോളൂ. 5-6 ഇത്തിരി വർഷങ്ങളായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ജനങ്ങളെ മുന്നിൽ റോട്ടിലേക്ക് എനിക്ക് മടിയില്ല. എത്രയോ ആൾക്കാർ വരുന്നു, വണ്ടി സൈഡാക്കണു, നമ്മൾ ഇഷ്ടം സംസാരിക്കണു, ഫോട്ടോ എടുക്കണു. ഇതൊക്കെ നമ്മൾ ആ നിൽക്കണോണ്ടാണ്. ഇവിടുന്ന് അങ്ങോട്ടും ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ സത്യസന്ധമായിട്ട് ആ വണ്ടിന്റെ റിവ്യൂ, മൈലേജ് ഇല്ലെങ്കിൽ ഇല്ല, റീപ്ലേസ് ഉണ്ടെങ്കിൽ ഉണ്ട്, പിന്നെ ഇന്ന വണ്ടിക്ക് ഇന്ന നെഗറ്റീവ് ഉണ്ട്, ഇന്ന വണ്ടിക്ക് ഇന്ന ഗുണമുണ്ട്, ഗുണമില്ലിനും ഗുണമുണ്ട്, ഇല്ലാത്തതിനില്ല. ഇത് അറിഞ്ഞു വാങ്ങണോല് വാങ്ങിയാൽ മതി. കറക്റ്റ്. പിന്നെ ഒരു ടൈമിൽ എന്താ വെച്ചാല് ഇതേപോലെ നമ്മൾ പോകുമ്പോൾ വണ്ടി കച്ചവടത്തിൽ ഞാൻ ലോൺ സ്റ്റോപ്പ് ചെയ്ത്. ലോൺ സ്റ്റോപ്പ് ചെയ്യാൻ കസ്റ്റമർക്ക് ലോൺ കൊടുക്കണ പരിപാടി നമ്മൾ സ്റ്റോപ്പ് ചെയ്ത്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ ഒരുപാട് നല്ല ആളായതുകൊണ്ടല്ല, ഞാൻ ഒരുപാട് ക്ലിയർ ആയതുകൊണ്ടൊന്നുമല്ല, ഒരുപാട് എത്തിക്സുകൾ കൂടി ചേർന്നപ്പോൾ എനിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇതേപോലെ കുറെ ആൾക്കാർ പറഞ്ഞു വണ്ടി കച്ചവടം നിർത്തേണ്ടി വരും. അല്ല, നിങ്ങളായിരുന്നു ലോൺ കൊടുത്ത? അല്ല, ഇപ്പൊ ഒരാള് വണ്ടി വാങ്ങാൻ വന്നു, പിന്നെ ഷാനു ഫിനാൻഷ്യറാണ്, ഉദാഹരണം പറയട്ടോ, നിങ്ങൾ ബാങ്കാണ്. അപ്പൊ ഒരാൾ വന്നു, ഞാൻ ഈ വണ്ടി വിറ്റു, ഇപ്പൊ ഈ വണ്ടി വാങ്ങിയ ആള്, അപ്പൊ അയാൾക്ക് 50,000 തന്നു, 50,000 ലോൺ വേണം. ഇതിന്റെ അടുത്ത് ലോൺ ഇല്ലല്ലോ. ഞാൻ പറയും വേഗം ഷാനുവിന്റെ അടുത്ത് പോയാൽ ഷാനു ലോൺ ഇട്ട് തരും എന്നറിയും. കസ്റ്റമർ അടുത്ത് കൂടും, നിങ്ങൾ ലോണൊക്കെ കൊടുക്കും, 50,000 ഒക്കെ ഓൾക്ക് ലോൺ കൊടുക്കും. പിന്നെ എനിക്ക് നിങ്ങൾ 50,000 തരും. അന്ന് അതിന്റെ കമ്മീഷനൊക്കെ ഉണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ കമ്മീഷനൊന്നും വാങ്ങിയിട്ടില്ല. കമ്മീഷനൊന്നും നമ്മൾ വാങ്ങൂല, ലോണിന്റെ കമ്മീഷൻ കേട്ടോ. മനസ്സിലായി. അപ്പൊ അത് പിന്നെ അപ്പൊ അത് എനിക്ക് എന്താ സുഖാണ്, ആ വണ്ടി കച്ചവടം നടന്നു. ഈ കസ്റ്റമർ ലോൺ ഇട്ട് വണ്ടി എടുക്കും. അന്ന് അതേ ചെയ്തിരുന്നുള്ളൂ, ഞാൻ അതോടെ നിർത്തി. കാരണം പറയില്ല, കാരണം എന്താ വെച്ചാല്, കാരണം എനിക്ക് ഞാൻ ഓവർ നന്നാകണമെന്ന് എനിക്ക് പേടിയാണ്.
അല്ല അപ്പൊ നേർക്ക് പണിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നം ഒരു ഉണ്ടാവില്ല. പ്രശ്നമല്ല. എനിക്കുള്ള ടെൻഷൻ ഇപ്പൊ എന്താ വെച്ചാല് ആ. ആൾക്കാർ കമന്റ് ബോക്സിൽ നല്ല കമന്റ് ഇടും. ഉം. എൻ്റെ അൽഹംദുലില്ലാ ദൈവത്തിന്റെ അപാരമായ അനുഗ്രഹത്താൽ എനിക്ക് ഇന്ന് വരെ ചീത്തട്ടിട്ടില്ല. ആ. അതായത് തെറി വന്നിട്ടില്ല, ആ. നെഗറ്റീവ് വന്നിട്ടില്ല. ഞാൻ എൻ്റെ പരമാവധി അത് നിലനിർത്തും. ഉം. അപ്പോൾ ഒരാള് ഇന്നെ നല്ല അഭിപ്രായം കമന്റ് ബോക്സിൽ ഇട്ടാൽ എൻ്റെ ഉത്തരവാദിത്വം കൂടി, ഉം. ഇല്ലേ? കറക്റ്റ് അയാളെ വാക്ക് ഒരിക്കലും മറ്റൊരാളെ മുന്നിൽ അയാൾ തല താഴ്ത്തരുത്. കറക്റ്റ്. ഇപ്പൊ എൻ്റെ നമ്മൾ എൻഡോസ് ചെയ്ത ആളാണ്. ഫോളോവേഴ്സ് ഇപ്പം എന്നെ പറ്റി ഈ ഫേസ്ബുക്കിൽ ഓൺലൈൻ പേജുകളുണ്ടല്ലോ, ആ. നമ്മൾ വലിയ ആളായിട്ടൊന്നുമല്ല. ആ. ഇവർക്ക് അവരുടെ റീച്ചിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, നമ്മളെ ഫോട്ടോ എടുത്ത് ഇത് അൻഫാൽ സഫാരി ആ. എങ്ങനെ വളർന്നു വന്നു അങ്ങനെ വളർന്നു വന്നു പറഞ്ഞിട്ട് അവർ നല്ല കണ്ടന്റാ ആ. അവർ എഴുതിയിടും. ശരിക്കും നമുക്ക് നല്ലതാ, ആ. അല്ലേ? കറക്റ്റ്. ഇതിന്റെ അടിയിൽ ഇവർ ചെയ്യണം എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് അഭിപ്രായം പറയാനുള്ള വേദി ഒരുക്കി കൊടുക്കണം, ആ. അല്ലേ? Correct. അപ്പൊ ആ അതിന് പൈസ കൊടുക്കുന്നുണ്ട് ആ പേജിന്. ഏ. എനിക്ക് Correct. അറിയാലോ, നമ്മൾ അതെ. ഇതിന്റെ മേഖലയിലുള്ള ആളാ. ആ. ഒരു 1000 രൂപ 2000 രൂപ 3000 രൂപക്ക് ഒരു ഫോട്ടോത്തിന് മെറ്റ പൈസ കൊടുക്കും. 5000 വരെ കൊടുക്കുന്നുണ്ട് ഏ. റീച്ചിലെ ഫോട്ടോക്ക്. ഓ. ആ, അതിന് വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ കമന്റ് ബോക്സിൽ ആൾക്കാർ വന്നിട്ട് ഞാൻ അങ്ങനെ വായിക്കും. പല ആൾക്കാരെ ഫോട്ടോ ഇവർ ഇട്ടു. ആ. എല്ലാ ഫോട്ടോന്റെ അടിയിലും നെഗറ്റീവ് ഉണ്ടാവും. എന്റെ ആ. ഫോട്ടോന്റെ അടിയിൽ ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഉം. അപ്പൊ എനിക്ക് ഓവർ ടെൻഷനായി. പക്ഷേ ഒരു തെറ്റും Support കൂടി. സപ്പോർട്ട് കൂടി, ഒരു തെറ്റും ചെയ്യാൻ പാടില്ല. ഞാൻ അറിയാണ്ട് എന്റെ അടുത്ത് എന്തോ പറ്റിപ്പോയ വാക്കുന്ന് എന്തെങ്കിലും പിഴവ് വന്നാൽ Correct. സംഭവം പേടിയല്ലേ, മനുഷ്യനല്ലേ. മനുഷ്യനല്ലേ? അപ്പോൾ ഒരു കസ്റ്റമറിന്റെ അടുത്ത് വണ്ടി വാങ്ങി, ഉത്തരവാദിത്വം കൂടി. അതെ. അപ്പൊ ആ കമന്റ് ബോക്സിൽ പറഞ്ഞ ആള് ഉം. കമന്റ് ബോക്സിൽ ഇത് എഴുതുമ്പോ അയാളെ മൗത്ത് കൊണ്ട് എത്ര ആളോട് പറഞ്ഞിട്ടുണ്ടാവും, Correct. അൻഫാൽ നല്ലവനാണ്, അല്ലേ? കറക്റ്റ് വേർഡ് ഓഫ് മൗത്ത്. ആ മൗത്ത്. ആ, അപ്പൊ നാളെ മറ്റന്നാൾ ഞാനൊരു തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ മാത്രമല്ല തല താത്തണ്ട്, എൻ്റെ ടീം മെമ്പേഴ്സ്, എൻ്റെ ഫാമിലി, എന്റെ കസ്റ്റമേഴ്സ്, ഈ കമന്റ് ഇട്ട എൻ്റെ ഫോളോവേഴ്സ്. അതെ. കറക്റ്റ്. ആ ടെൻഷൻ എന്ന് പറയുന്നതാണ് എൻ്റെ ടെൻഷൻ. വേറെ ഒരു ടെൻഷനും എനിക്കില്ല. ഞാൻ ഒരാളെ മുന്നിലും കീഴടങ്ങൂല. പക്ഷേ Correct. ഇതിന്റെ മുന്നിൽ ഞാൻ കീഴടങ്ങും. കാരണം എൻ്റെ ഉമ്മ, എൻ്റെ ഫാമിലി, എൻ്റെ അനിയന്മാര്, അവർക്ക് ദോഷം വരുന്നൊരു കാര്യം ഞാൻ ചെയ്യൂല. അല്ലെങ്കിൽ നിങ്ങളെ മുന്നിൽ തല താത്തേണ്ട ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കൂല. അതായത് ഇപ്പൊ അതിനെ അങ്ങനത്തെ ദുരഭിമാനം നല്ലതാണ്. ഇപ്പൊ ഞാൻ ഇവരോടൊക്കെ പറയും, ഞങ്ങൾ ഇടക്ക് ടീം മീറ്റിംഗ് കൂടുമ്പോ ഇവരോട് പറയും, നിങ്ങൾക്ക് വാശി നല്ലതാണ്, ഈഗോ നല്ലതാണ്. ഞാൻ ഈഗോന്റെ കട്ടയാണ് ഞാൻ. പിന്നെ അതേപോലെ ഇതേപോലെ ദുരഭിമാനം എന്താ പറയാ, അഭിമാനം. ദുരഭിമാനം അയച്ച വേർഡ് തെറ്റിക്കണേ ക്ഷമിക്കണം കേട്ടോ. അതെ, അങ്ങനത്തെ കാര്യം നല്ലതാ. ഈ ഈഗോ എന്തിനാണ്? ഞാൻ നിങ്ങളെ അടുത്തുനിന്ന് ഇപ്പൊ ഉദാഹരണത്തിന് ഞാനൊരു സംരംഭകനാണ്, നിങ്ങൾ എൻ്റെ മുന്നിൽ വന്നിട്ട് പറയണേ ഇങ്ങനെ കാലമായിട്ട് എനിക്ക് തരാനുള്ള പൈസ എപ്പോഴാ തരാന്ന് ചോദിച്ചാ ഞാൻ കഴിഞ്ഞു. ഞാൻ അതിലാറല്ലേ മരിച്ചാണ്. മനസ്സിലായോ? ഞാൻ കമ്മിറ്റ്മെന്റ് ആരായിട്ടും ഉണ്ടാക്കൂല. നിങ്ങൾ ഞാൻ 100 റുപ്യന്റെ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ പറഞ്ഞ വാക്ക് പാലിച്ച പോലെ പോകാൻ പറ്റുമോ അത് ചെയ്യാം, ഇല്ലെങ്കിൽ അതവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇതേപോലെ വാശി, ഇന്ന വാശി പറ്റും. എനിക്കിവിടെ കൊച്ചിക്ക് വന്നപ്പോ എൻ്റെ ഒരു നാട്ടുകാരവിടെ യൂബർ ഓടുന്നുണ്ട്. യൂബർ ഓടുമ്പോ എയർപോർട്ടിൽ നിന്ന് ഒരാള് എൻ്റെ നാട്ടുകാരാണ്, ഇവര് യൂബർ ഡ്രൈവറാ. ഒരു കസ്റ്റമറെ കയറ്റിയിട്ട് പോവാണ്. അപ്പോൾ ഈ കസ്റ്റമർ യൂബർ ഡ്രൈവറോട് ചോദിച്ചു, നിങ്ങളെവിടെ സ്ഥലം? ഞാൻ കരുവാരകൊണ്ടാണ് പറഞ്ഞു. അപ്പൊ ഈ കസ്റ്റമർ പറയുകയാണെങ്കിൽ നിങ്ങൾ അൻഫാലിന്റെ നാട്ടിലല്ലേ? അങ്ങനെ പരിചയപ്പെടാണ് ഇവർ, കരുവാരകൊണ്ട്. അതെ. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ ഈ ഡ്രൈവറോട് ഇദ്ദേഹം പറഞ്ഞു, അൻഫാൽ ഇപ്പൊ കൊച്ചിയിൽ ഷോറൂം തുടങ്ങുന്നുണ്ടല്ലേ? ഉണ്ട്. ഓൻ്റെ മലപ്പുറത്തെ കളിയൊന്നും ഇവിടെ നടക്കൂല, ഇത് കൊച്ചിയാണ്. സംഭവം അതൊന്നും പറഞ്ഞിട്ട് ഇയാളൊന്ന് കുറച്ച് കാണിച്ചു. ഈ വിഷയം ഇതേപോലെ ഞാൻ അറിഞ്ഞു. ഞാൻ അവിടെ മൈൻഡിൽ ക്ലോസ് ചെയ്ത് എന്താ വെച്ചാല്, 1 മാസമെങ്കിൽ 1 മാസം, അല്ലെങ്കിൽ 2 മാസമെങ്കിൽ 2 മാസം, എത്രയും മുന്നോട്ട് പോകണം വെച്ചാൽ അടിപൊളിയായിട്ട് കൊച്ചിയിൽ. ഇന്ന് അൽഹംദുലില്ലാ ഉദ്ഘാടനത്തിന് മുന്നേ ഞങ്ങൾ 6 വണ്ടി വിറ്റു. ഒരു 6 എണ്ണം കേട്ടോ, എനിക്ക് 10 എണ്ണം പറയാം 15 എണ്ണം പറയാം. 6 വണ്ടി ജെന്യൂൻ ആയിട്ട് വിറ്റ് ഞങ്ങളിപ്പോ ഇന്ന് ഉദ്ഘാടനത്തിന്റെ അന്ന് 3 വണ്ടി കൊടുക്കും. 3 വണ്ടി കൈമാറിപ്പോയി. 6 വണ്ടി നമ്മൾ സെയിൽ ചെയ്ത്. ഇതിന്റെ വാശിയാണ്. എന്ത് ആ പറഞ്ഞ ആള് എന്തെങ്കിലും അയാളെ യൂബർ ടാക്സിയിൽ ഇനിയും കയറണം എന്നാ ഞാൻ പ്രാർത്ഥിക്കണം. ഏത് 1 കൊല്ലം 2 കൊല്ലം എനിക്ക് പറച്ച ആയുസ്സും ആരോഗ്യം തരട്ടെ, അതേപോലെ ഇത് നിലനിർത്തി തരട്ടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം കയറുമ്പോൾ പറയണം, ഈ ഡ്രൈവറിന് മറുപടി കൊടുക്കണം. കാരണം ഞങ്ങളെ നാട്ടുകാർ അൻഫാൽ ഇവിടെ വെറുതെ വന്നതല്ല, ഓന് പണി അറിയാം, ഓൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ കൊച്ചിയിലല്ല, കൊച്ചിയിൽ വന്നിട്ടും അൽഹംദുലില്ലാ ഓൻ്റെ ഫാമിലി, ഓൻ്റെ സ്റ്റാഫും ഓൻ്റെ ടീമുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് ആ ഡ്രൈവർക്ക് മറുപടി പറയാനുള്ള ചാൻസ് ഞാൻ വാശിയാക്കി എടുത്തു. അതേപോലെ പല കാര്യങ്ങളും ഞാൻ ഇവിടെ ഇരിക്കുന്നത് വാശിന്റെ പുറത്താ. അല്ല, നമ്മള് ഒരാൾക്ക് എന്താ പറയാ, അപകടം
അല്ലെങ്കിൽ അവരെ ബിസിനസ് കൊളാൻ രൂപത്തിൽ നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ. ചെയ്യുന്നില്ലല്ലോ. നമ്മളെ ബിസിനസ് കൂട്ടുന്നു, അപ്പൊ എല്ലാവർക്കും കൂടും. അത് മാത്രല്ല, ഇന്ന് ഞാൻ ഇവിടെ കൊച്ചിയിൽ ഷോറൂം തുടങ്ങുമ്പോഴല്ലേ, എൻ്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തുള്ള ഷോറൂമാർ ഞങ്ങളിപ്പോൾ മിഞ്ഞാന്ന് ഇവിടെ ഇരുന്നിട്ട് 3 മണിക്കൂർ, എത്ര മണിക്കൂർ ഇരുന്നു, 2-3 മണിക്കൂർ ഇവിടെ ഇരുന്നിട്ട് അവരെന്നെ സപ്പോർട്ട് ചെയ്യുക. അവരിനോട് ജി ഇന്ന ആൾ വിളി, ഇന്ന പ്രസിഡന്റിനെ വിളി, ഇന്ന സെക്രട്ടറിനെ വിളി, ഇന്ന ബ്രോക്കർ വിളി പറഞ്ഞിട്ട് അവരെനിക്ക് നമ്പർ തരുന്നു, ഞാൻ വിളിക്കണു. അപ്പൊ അവർക്ക് അറിയാം എൻ്റെ മൈൻഡ്, എനിക്ക് അവരെ മൈൻഡ് അറിയാം. ഞാനിവിടെ എല്ലാ സ്ഥാപനത്തിലും പോയി അവരെ നമ്മൾ വിളിക്കണു, ചായ തരുന്നു, കോഫി തരുന്നു, എന്നോട് പറഞ്ഞു എന്താവശ്യം ഉണ്ടെങ്കിലും എനി ടൈം അവരിൻ്റെ കൂടെ ഉണ്ട്. ഇവിടുത്തെ ബിസിനസ്സുകാർ, വണ്ടി കച്ചവടക്കാർ കോമ്പറ്റീറ്ററേ ഇല്ല. അത്രയും നമ്മളെ അങ്ങോട്ട് എങ്ങനെയാണോ റിട്ടേൺ ആയിട്ടാ. ഞാൻ ഒരു കാര്യം പറയട്ടെ ഷാനു, ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് ഉദാഹരണത്തിന് ഇവിടെ കുറേ സ്ഥാപനങ്ങൾ, ഞാനിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇന്നലെ വീഡിയോ ഇട്ടു. ഇപ്പൊ നോക്കുമ്പോ ഇൻസ്റ്റാഗ്രാമിൽ 1 മില്യന്റെ എബോ പോയി, ഫേസ്ബുക്കിലും 1 മില്യന്റെ എബോ, യൂട്യൂബിൽ വേറെ. അപ്പൊ ഒരു 10-40 ലക്ഷം ആൾക്കാർ ഈ ഫില്ലർ നമ്പർ 127 ഈ ഷോറൂം പറഞ്ഞു. ഇതിൽ എത്ര ആളുകൾ ഇവിടെ വരും? അല്ലേ? ഇവിടെ വരുമ്പോ ഇത് ആർക്കൊക്കെ ഗുണം ചെയ്യും? ഈ ചുറ്റുപാടിൽ എല്ലാവർക്കും ഗുണം ചെയ്യും. ഇപ്പോ ഇതിന്റെ തൊട്ടപ്പുറത്തുള്ള റെസ്റ്റോറന്റ്, ഇതിന്റെ ഓണറേറ്റ് ഞാൻ പരിചയപ്പെട്ട്, ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് പറഞ്ഞിട്ട് കൺവേർട്ട് ആവുന്നുണ്ട്, ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്, നമ്മൾ ഗസ്റ്റുകൾ പോകുന്നുണ്ട്. ഇതേപോലെ ഒരു യൂസർ കാറാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന്റെ അടുത്ത് ഏറിപ്പോയ 50 വണ്ടി സ്റ്റോക്ക് ഉണ്ട് വിചാരിച്ചു. ഈ 50 വണ്ടി 50 കാറാ, ഒരു ബ്രാൻഡിന്റെ അല്ല. ഒരു കസ്റ്റമർ കയറി ഈ 50 അല്ല വേണ്ടത്, 51ാമത്തെ വണ്ടിയേക്കാണ് വേണ്ടത്. ഇതിന്റെ അടുത്ത് ഉണ്ടാവില്ല. നെറ്റ്വർക്ക് ഉണ്ടല്ലോ, ആ നെറ്റ്വർക്ക് ഉണ്ട്. ഇനി അതല്ല, ചിലപ്പോൾ അവര് ഇവിടുന്ന് ഇറങ്ങി ഇവർ യൂ ടേൺ തിരിയുമ്പോഴും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ അടുത്ത സ്ഥാപനത്തേക്കല്ലേ കയറാ. ഇനി അവരത്തേക്ക് ഒരു കസ്റ്റമർ വന്നു, അവരടുത്ത് വണ്ടില്ല, നമുക്ക് കൊടുക്കാം. ഇത് ഒരാൾ വളരുമ്പോ ശരിക്കും എല്ലാവർക്കും മെച്ചാണെന്ന് ചിന്തിച്ചാല് ഇത് നല്ലതാ. അല്ല, നിങ്ങളെ നേരെ അപ്പുറത്ത് ഒരു മോഡിഫിക്കേഷൻ ഷോപ്പ് ഉണ്ട്, ഇവിടുന്ന് വണ്ടി എടുത്ത് നേരെ അവിടെ കൊണ്ടുപോയി മോഡിഫൈ ചെയ്യാം. നമ്മളിവിടെ വന്നപ്പോ ഞങ്ങൾ ഏറ്റവും വെൽക്കം ചെയ്തവരാ. കാരണം ഇന്ന് എനിക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നത് അവരാ. കാരണം എന്താ വെച്ചാല് പിന്നെ നമ്മൾ ഇപ്പൊ ഇരിക്കുന്ന ഇരുത്തത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരെ. നമ്മളെ മുഴുവൻ വണ്ടി അവർ പോളിഷ് ചെയ്ത് തരുന്നു, ഇന്റീരിയർ സർവീസ് ചെയ്ത് തരുന്നു. ഇവിടെ പാർക്കിംഗ് സൗകര്യം ഇല്ല, അവിടെ പാർക്ക് ചെയ്തോളൂ. നട്ടപ്പാരയ്ക്ക് 2 മണിക്ക് ചെല്ലുമ്പോൾ പോലും സെക്യൂരിറ്റി ഗേറ്റ് തുറന്നിരിക്കണു. അത് ആ സംരംഭകരെ സപ്പോർട്ട് ചെയ്യും. അല്ല, നിങ്ങള് 2 ദിവസം നമ്മളെ വണ്ടി ഫുൾ ഓൺ റോഡിലാ, റോട്ടും എന്തിനാ റോഡിലാ, പിന്നെ മനസ്സിലായത് ഓൺ റോഡാണ്, ഓൺ റോഡ് ബ്രാൻഡാണ്. അപ്പൊ നിങ്ങള് യൂട്യൂബ് ഒക്കെ തുടങ്ങി. പിന്നെ എങ്ങനെയാണ്, നിങ്ങൾ തന്നെയാണോ ഷൂട്ട് ചെയ്ത്, നിങ്ങൾ തന്നെയാണോ ഇടുന്നത്, എങ്ങനെയായിരുന്നു ആ ഒരു പ്രോസസ്സ്? അത് പ്രോസസ്സ് പറഞ്ഞാൽ അന്ന് എൻ്റെ കൂടെ പിന്നെ അന്ന് നമ്മളവിടെ വീഡിയോ എടുക്കാനായിട്ട് നമ്മളൊരു ടീം ഉണ്ടായിരുന്നു, നമ്മൾ അഫ്സൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അവരാണ് വന്നിട്ട് ഫസ്റ്റ് വീഡിയോ എടുക്കും, അവര് എഡിറ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ അവരെ ഒപ്പം പോയിരിക്കും, ഞങ്ങൾ കമ്പ്യൂട്ടറുമ്പോൾ ഇരിക്കും. അന്ന് രാത്രി 12 മണി 1 മണി വരെയൊക്കെ ഇവരെ ഇരുന്ന് എഡിറ്റ് ചെയ്യും. കാരണം വണ്ടിന്റെ അല്ലേ, നമ്മൾ പറഞ്ഞതിൽ കുറെ തെറ്റുണ്ടാവും. പിന്നെ ഞാൻ പക്കാ മലപ്പുറംകാരനാണ്. അന്ന് കുറെ ആൾക്കാർ എന്നെ പേടിപ്പിക്കും, ഇജ്ജി കജ്ജി മുജ്ജി പറയല്ലേ, അത് പറയല്ലേ, ഇത് പറയുമ്പോഴാണ് ആൾക്കാർക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെടുക. ഞാൻ ഇപ്പോഴും പറയണ്ടല്ലോ, ഞാൻ ഇപ്പൊ കൊച്ചിയിൽ ഇരുന്നിട്ടാ പറയുന്നത്. ഞാനല്ലാതെ പറയാൻ പറ്റില്ലല്ലോ, ഞാനല്ലാതെ ആയിക്കഴിഞ്ഞാൽ അത് പോയി, ഓതന്റിസിറ്റി പോയി. അതെ, ഞാനിപ്പോ ഞാൻ ഇവിടെ വന്നിട്ടില്ലേ, പിന്നെ വലിയ രാജാക്കന്മാരോട് പോയി മീറ്റിംഗ് ഇരിക്കുന്നുണ്ട്, പേര് പറയില്ല, വലിയ രാജാക്കന്മാരോട്. ഞാനൊക്കെ ചെറുപ്പം മുതലേ കാണാൻ ആഗ്രഹിച്ച ആളെ വരെ പോയി കണ്ടു. അത്ര ഒരു VIP പോയി കണ്ട്, അല്ലേ പറയണോ? പോയി കണ്ട്. ഒരാൾക്ക് പെട്ടെന്നൊന്നും അപ്പോയിൻമെന്റ് ഒന്നും കിട്ടൂല. എന്നിട്ട് ഞാൻ പോയത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ചെന്ന് ഞാൻ കറക്റ്റ് ലാംഗ്വേജിൽ പറഞ്ഞിട്ടാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞങ്ങൾ സംസാരിച്ചത്. ഞാനല്ലാതെ സംസാരിക്കൂല, ഞാനായിട്ട് തന്നെ എവിടെ പോയാലും സംസാരിക്കുള്ളൂ, ഇപ്പോഴും സംസാരിക്കണുള്ളൂ. ഇനിയിപ്പോൾ ഒരു ഔദ്യോഗിക ഒരു വേദിയിൽ ഇപ്പം ഞാൻ നമ്മളെ പിന്നെ ഒരു എന്തെങ്കിലും ഇപ്പോൾ ഇന്റർവ്യൂ നിങ്ങൾ പറയാണ് 2-3 മിനിറ്റ് നിങ്ങളൊന്ന് സ്റ്റാൻഡേർഡ് ആണെന്ന് പറഞ്ഞാൽ എനിക്കതിനറിയാം. അല്ല, ഇതിപ്പോ ഒന്നുമില്ല. വർത്താനം എങ്ങനെയാണ് ഈ വർത്താനം എങ്ങനെയാണ് പറയുന്നത്, നമ്മുടെ സംസാരം എങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സ്റ്റാൻഡേർഡ് ആയി വെക്കാം. പക്ഷെ എനിക്കതൊരു നമ്മളെവിടെ പിടിച്ചിട്ട പോലെ അല്ലല്ല. എന്താ അറിയോ, അപ്പൊ നിങ്ങളെ കണ്ടന്റ് ഓതന്റിസിറ്റി പോയി. ആൾക്കാർക്ക് കാണണ്ട് ഇവൻ ട്രസ്റ്റബിൾ ആയി. നിങ്ങൾ ട്രസ്റ്റ് കാരണമല്ല നിങ്ങൾ പറയാൻ വരുത്തി. അല്ലാണ്ട് വെറും നിങ്ങളെ കാറ് കണ്ടിട്ടോ അതൊന്നുമല്ല. നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് നാച്ചുറലി വരുന്ന സാധനം നിങ്ങൾ യൂട്യൂബിലിട്ട്, അതത്രേ ഉള്ളൂ. ട്രസ്റ്റ് ആൻഡ് വാല്യൂ. ഇപ്പൊ നമ്മളെ കൂടെ ഇന്ത്യയിലാറെ വിദ്യാഭ്യാസം ഇല്ലോലുണ്ട്, ഇന്ത്യയിലാറെ എക്സ്പീരിയൻസ് ഇല്ലോലുണ്ട്. ഞാനിപ്പോ ഈ ഷോറൂമിൽ കഴിഞ്ഞ് അപ്പോയിന്റ്മെന്റ് ചെയ്യാൻ പോവാ. 10-30 വർഷത്തെ ഓട്ടോമൊബൈൽ രംഗത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ വരെ നമ്മൾ ടീമിലോട്ട് വരാൻ പോവാണ്. പക്ഷെ ഇവൽക്കൊന്നും ഇല്ലാത്ത കാര്യങ്ങൾ എൻ്റെ അടുത്തുണ്ട്, എനിക്കില്ലാത്ത കാര്യങ്ങൾ അവരുടെ അടുത്തുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് നമ്മളെ ജീവിതത്തിൽ നിന്ന് കിട്ടുന്നതാണ്, ഒരു ഡൗട്ടും ഇല്ല. അപ്പൊ നിങ്ങള് പിന്നെ ആ യൂട്യൂബിലൊക്കെ ഇട്ട് നിങ്ങളുടെ ടീം ചെയ്ത്, പിന്നെ ഇപ്പൊ യൂട്യൂബ് ഷോർട്സ് ആണോ അല്ലെങ്കിൽ വീഡിയോസ് ആണോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, ഇതൊക്കെ എങ്ങനെയാണ് വർക്ക്ഔട്ട് ആയത് നിങ്ങൾക്ക്? അതായത് ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇത് മൂന്ന് പ്ലാറ്റ്ഫോമാണ്.
കറക്റ്റ്. അത് ചിലപ്പോൾ കുറെ ആൾക്കാർക്ക് അറിയില്ല. ആ. ഇതിൽ മൂന്ന് ഓഡിയൻസാ. എന്നോട് ചില ആൾക്കാർ പറയും എനിക്ക് 1 മില്യൺ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, അല്ലെങ്കിൽ യൂട്യൂബിൽ 5 ലക്ഷം ആവാനായി, ഫേസ്ബുക്കിൽ 6 ലക്ഷമായി. ഞാൻ അതൊന്നും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ഇപ്പൊ ഇത്ര ഫോളോവേഴ്സ് ആദ്യം ചെയ്ത് 1 ലക്ഷം ആയപ്പോ ഞങ്ങള് ഒരു പിന്നെ വൃദ്ധസ്ഥാനത്ത് പോയിട്ട് ഫുഡൊക്കെ വെച്ച് ഞങ്ങളെ കൊടുത്ത്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട്, വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല, അത് വേറെ കാര്യം. അപ്പോ പിന്നെ ഇത് 3 ഒരേ ഓഡിയൻസ് അല്ലേ എന്ന് പറയും. ഒരു 30% കറക്റ്റാ. ചിലപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും. പക്ഷെ വ്യത്യസ്ത ഓഡിയൻസാ. ഒരേ ടൈമിലാണ് ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഇന്നലെ വീഡിയോ പോസ്റ്റ് ചെയ്തത്. നിങ്ങൾ പോയിട്ട് ഇതിന്റെ കമന്റ് ബോക്സ് നോക്കുക. ഇവിടെ കണ്ട ആൾ അവിടെ ഉണ്ടാവില്ല, അവിടെ കണ്ട ആൾ ഇവിടെ ഉണ്ടാവില്ല. ഒരേ കണ്ടന്റ്. ഞാനിപ്പോൾ 1 മിനിറ്റ് റീല് ഒറ്റ പീസ് കണ്ടന്റ് നിങ്ങൾ 3 പ്ലാറ്റ്ഫോമിലും പോസ്റ്റ് ചെയ്യുമ്പോൾ ഫേസ്ബുക്കിൽ ചിലപ്പോൾ വരിക അതിന്റെ വേറെ വശ വെക്കാറാം. ഇരുന്ന് ശരിയായില്ല, അങ്ങോട്ട് ശരിയായില്ല, ഇങ്ങനെ പറയണം അങ്ങനെ പറയണം. യൂട്യൂബിൽ വേറെ ടൈപ്പ് സപ്പോർട്ടാ വരിക. ഇൻസ്റ്റാഗ്രാമിൽ ഫുള്ള് ലൈക്ക് തിജ് പിന്നെ ഫുൾ സപ്പോർട്ട്. ഫേസ്ബുക്ക് സ്റ്റാൻഡേർഡ് ഓഡിയൻസാ. പക്വപരമായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും, വളരെ പക്വപരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യും. യൂട്യൂബ് അതേപോലെ തന്നെ. യൂട്യൂബ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം നമ്മളതിൽ കയറി നോട്ടിഫിക്കേഷൻ വന്നാൽ വരും, ഇല്ലെങ്കിൽ അൻഫാൽ സഫാരി അല്ലെങ്കിൽ സഫാരി കാർസ് ബൈ അൻഫാൽ എന്ന് സെർച്ച് ചെയ്ത് കാണുന്ന വീഡിയോ കറക്റ്റ് അവരത് ഫുള്ള് കാണും. അതെ, വ്യൂ കമ്മിയായാലും ഭയങ്കര റിസൾട്ട് ഉണ്ടാക്കും അത്. കറക്റ്റ്. ഫേസ്ബുക്ക് അങ്ങനെയല്ല, കയറുമ്പോൾ തന്നെ നമ്മൾ വരും, അത് കാണും, അതിൽ ഒരുപാട് ബൾക്കി ആളുകൾ ഉണ്ടാവും. അതെ. ഇൻസ്റ്റാഗ്രാം ഇതേപോലെ സ്ക്രോൾ ചെയ്യുമ്പോൾ വരും നമ്മൾ ഫോളോ ചെയ്ത ആൾക്കാർ. 3 വ്യത്യസ്തമായ പ്ലാറ്റ്ഫോമാണ്. ഈ 3 വ്യത്യസ്തമായ രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തണം. ഒരേ പല ഉപയോഗപ്പെടുത്തിയ റിസൾട്ട് ഉണ്ടാവില്ല. അപ്പൊ ഇതിനെപ്പറ്റി പഠിച്ച് ഇതിന്റെ ഇൻസൈറ്റ് നോക്കി നമുക്ക് എപ്പോൾ റീച്ച് ഉണ്ട്, ഏത് തരത്തിലുള്ള പ്രായമുള്ള ആളുകളാണ് നമ്മളെ വീഡിയോ കാണുന്നത്, അപ്പൊ അവരെ മൈൻഡ് സെറ്റ് നമ്മൾ എടുക്കണം. ഇപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഏജ് കാറ്റഗറി 1, യൂട്യൂബിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഏജ് കാറ്റഗറി 1, ഫേസ്ബുക്കിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഏജ് കാറ്റഗറി 1. അപ്പൊ അവരെ മൈൻഡ് സെറ്റിലുമാണ് നമ്മൾ വീഡിയോ ചെയ്യാൻ. കറക്റ്റ്. ഓക്കെ. അപ്പൊ നിങ്ങള് പിന്നെ ഫേസ്ബുക്കിൽ പോയി, യൂട്യൂബിൽ പോയി, ഇൻസ്റ്റാഗ്രാം, അതൊക്കെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഓരോന്നിൽ കയറി ചെയ്യുന്നോ? അല്ല, അറ്റ് എ ടൈമിൽ ഞാൻ 3 തുടങ്ങിയിട്ടുണ്ട്. ഓ, 3 പ്ലാറ്റ്ഫോമിൽ. ഇതേപോലെ ത്രെഡ്സ് വന്നു, നിങ്ങൾ അറിഞ്ഞോ? ത്രെഡ്സ്. അതിൽ എനിക്ക് 1 ലക്ഷം ഫോളോവർ ഉണ്ട്. എന്തൊക്കെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നുണ്ടോ അതിലൊക്കെ നമുക്ക് ഞാൻ അതിൽ ഇറങ്ങി കയറാം. അത് നമ്മളതില് ഇപ്പോ പിന്നെ മറ്റേ നമ്മളെ ലിങ്ക്ഡിൻ അതിനകത്തുണ്ട്. പക്ഷെ അതിനകത്ത് ഞാൻ ഫോളോവേഴ്സിന് ഇല്ല, എനിക്ക് രസം കിട്ടണില്ല. അതിലെന്താ വെച്ചാൽ ലിങ്ക്ഡിനിൽ കുറച്ച് ഇംഗ്ലീഷൊക്കെ ടൈപ്പ് ചെയ്ത് കുറച്ച് പ്രൊഫഷണലി ഇരിക്കണം, അത് എനിക്ക് നടക്കണില്ല. അല്ലെങ്കിൽ പിന്നെ കുറച്ച് നമ്മളെ സ്റ്റാഫുകളെ ഏൽപ്പിക്കണം. അതൊക്കെ പിന്നെ അതിന്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ലിങ്ക്ഡിൻ കയറും, 1-ാം സ്ഥാനത്ത് എത്താനുള്ള പണിയൊക്കെ ഞാൻ എടുക്കും. പക്ഷെ ഇപ്പൊ ഞാൻ നമുക്ക് ടാർഗറ്റ് ചെയ്തില്ല. പക്ഷെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഈ ഓർഡേഴ്സ് ഒക്കെ ഇതൊക്കെ എന്നിട്ട് വാട്സാപ്പിലേക്കല്ലേ വരിക? അതെ. അതെങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്ത്? അന്ന് കുറെ ചീത്തട്ട്. കാരണം ഒരു സിസ്റ്റം ഇല്ലാത്ത, ഒരു സ്റ്റാഫും ഇല്ലാത്ത, ഞാനും എൻ്റെ അഞ്ചന്മാരും മാത്രം. ഇതിലൊക്കെ ഈ പറയുന്ന കാര്യത്തിലൊക്കെ എന്റെ കൂടക്ക് എന്റെ കട്ടക്കിന്റെ അനിയന്മാരുണ്ട്. ഇവര് മാത്രം ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. 2, 3, 4 സ്റ്റാഫേ അന്ന് ഉള്ളൂ ഈ യൂട്യൂബിലൊക്കെ വരുമ്പോ. അപ്പൊ കുറെ ആൾക്കാർ വിളിക്കും, കുറെ ആൾക്കാർ മിസ്സാവും, ഫോൺ എടുക്കില്ല. കുറെ ആൾക്കാർക്ക് ഇന്നോട് തന്നെ സംസാരിക്കണം, കുറെ ആൾക്കാർക്ക് ഇന്നെ തന്നെ വാട്സപ്പ് കിട്ടണം. കുറെ ആൾക്കാർ സ്ഥാപനത്തിൽ വരുമ്പോ വീഡിയോ ചെയ്യുമ്പോ ഒരു ഞങ്ങൾക്ക് 10-15 വണ്ടി ഉണ്ടാവുക. 3 ദിവസം കൊണ്ട് ഇതൊക്കെ വിൽക്കും, അല്ലെങ്കിൽ 4 ദിവസം കൊണ്ട് വിൽക്കും. പിന്നെ കസ്റ്റമർ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്ത് നിന്നും വണ്ടി എടുത്ത് വരും. ഇവര് വിളിക്കൊന്നുമില്ല, നേരെ വരും. അയ്യോ, വീഡിയോയിൽ കണ്ട വണ്ടി ഇല്ല. അപ്പൊ ഞങ്ങൾ ഓലേറെ ട്രീറ്റ് ചെയ്തിട്ട് നമ്പറൊക്കെ വാങ്ങി ഞങ്ങൾ എന്ത് ചെയ്യും, ഓൾക്ക് വണ്ടിയൊക്കെ റെഡി ആയി കൊടുക്കും മാക്സിമം. അന്ന് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ വന്ന് പിന്നെ ഞങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് പിന്നെ ഞാൻ തന്നെ ഓരോ സിസ്റ്റം ഉണ്ടാക്കും. ഇനി ഇന്ന ആൾക്കാർ ഫോണ്, ഇന്ന ആൾക്കാർ. ഇപ്പൊ ഞാൻ ഡിപ്പാർട്ട്മെന്റ് ആക്കി, അക്കൗണ്ട്സ് ആക്കി, സെയിൽസ് ടീമാക്കി, CREs കോൾ എടുക്കാൻ അങ്ങനെയൊക്കെ ടീമുകളെ ആഡ് ചെയ്തുകൊണ്ട് എടുത്തു. ആദ്യം രാവിലെ പിന്നെ മുന്നത്തെ ഞങ്ങളെ വീടിന്റെ മുന്നിൽ ഡോക്ടർ ഉണ്ട്. ഞാനിപ്പോ റീല് റെഡിയാക്കി വെച്ചിരുന്നു. ആ ഡോക്ടർക്ക് വണ്ടി ഡെലിവറി കൊടുത്തപ്പോ ഡോക്ടർ പറയുന്നുണ്ട്, അൻഫാൽ രാവിലെ വരും, അൻഫാലും ഞാനും എൻ്റെ അനിയന്മാരും വരും, ഞങ്ങൾ വണ്ടി കേൾക്കും. കഴിഞ്ഞിട്ട് ഞാൻ തന്നെ വീട്ടിൽ പോയി ഇൻഷുറൊക്കെ ചെയ്ത് ഷൂ ഒക്കെ ഇട്ട് കുട്ടപ്പനായി വന്നിട്ട് അവിടെ നിൽക്കും. അപ്പൊ ഞങ്ങളും അനിയന്മാരും തന്നെ വണ്ടി കഴിക്കുന്നു. പിന്നെ ഒരു ടൈം കഴിഞ്ഞപ്പോ ഇന്നെ ഫ്രീ ആക്കി ഇവര്, അനിയന്മാര് വണ്ടി കേൾക്കും. പിന്നെ സ്റ്റാഫ് വന്നപ്പോ ഇവരെ ഫ്രീ ആക്കി സ്റ്റാഫുകൾ വണ്ടി കേൾക്കും. അങ്ങനെ ഒരു കൂടിയാലോചിച്ചിട്ട് പോരില്ല. അപ്പൊ അങ്ങനെ ഗ്രൂമിങ്ങിന് ഒരു ടീമായി അങ്ങനെ സിസ്റ്റം ആക്കി കൊണ്ടുവന്ന് പിന്നെ നമ്മൾ അടുത്ത ഷോറൂം തുടങ്ങി. കുറച്ച് വലിയൊരു സ്ഥലം, അത്
അവിടെ 10-75 സെന്റ് സ്ഥലത്ത് ആ. ഒരു 100 വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് ഓ നമ്മളൊരു ഇത് തുടങ്ങി. ഇതൊന്നും വലിയ സംഭവമല്ല. ആൾക്കാർക്ക് കാണുമ്പോൾ ഇത് വലിയ സെറ്റപ്പ്, വലിയ കോടികൾ, ആന ചേന, ഇതൊന്നും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം. കറക്റ്റ്. ഇപ്പൊ അല്ലേ എന്നോട് വന്നിട്ട് ഇപ്പൊ നിങ്ങളെ കുട്ടികൾ ഇരിക്കണല്ലോ ഇവിടെ, അതെ ഇത്രയും ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. എത്ര ആളുണ്ട്? ഒരു 10 ആളുണ്ട്. 10 ആള്. ഈ 10 ആളിൽ നിന്ന് ഒരാൾ പറയാണ് ഞാൻ നാളെ ദുബായി പോയിട്ട് ഒരു പ്രീമിയം കാറിന്റെ ഷോറൂം തുടങ്ങുന്നു. ആ. ഇന്ന് ഒരു ഡെയിലി 500 റുപ്യക്ക് പണിയെടുക്കണവനാ കൂട്ടിക്കോളി, 15,000 റുപ്യ സാലറി കിട്ടണവന് പറയാണ് ഞാൻ നാളെ ദുബായി പോയിട്ട് ഒരു പ്രീമിയം കാറിന്റെ ഷോറൂം തുടങ്ങുന്നു പറയുമ്പോ ചിലപ്പോ ഓന്റെ കൂട്ടത്തിൽ ഇല്ലോലൊക്കെ ചിരിച്ചു, ഓനെ കളിയാക്കും. കറക്റ്റ് അല്ലേ? ഓന്റെ മൈൻഡ് സെറ്റിൽ ഇല്ലോലെ തന്നെയാണത്. അതെ. പക്ഷെ ഞാന് ഓനെ നോട്ടിടും, തുടങ്ങിയിരിക്കും. കാരണം ഈ ഒന്നും അല്ലാത്ത ഞാൻ ഇതേപോലെ ചിന്തിച്ചെങ്കിൽ എനിക്ക് പറ്റി, ഓനും പറ്റുന്ന എനിക്ക് മനസ്സിലായിക്കണ്. കറക്റ്റ്. പക്ഷെ മറ്റുള്ളവർ അത് ചിന്തിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. അതെ. ഇതൊക്കെ കണ്ടും പഠിച്ചും നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാം, അല്ലെങ്കിൽ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഹെൽപ്പ് വേണം. ഇതിനുള്ള എല്ലാത്തരം ഹെൽപ്പും നമ്മളെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പൊ നമ്മളവിടെ നിർത്തിയേ. അപ്പൊ നമ്മൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങള് സിസ്റ്റംസ് പറഞ്ഞു, ആ അതെ എൻക്വയറീസ് വരും, അതെ, അതെ, വാട്സാപ്പ് അതെ, ഹാങ് ആയില്ലേ, അതെ. അങ്ങനത്തെ അതെ പ്രശ്നങ്ങൾ. അതല്ല, അപ്പൊ ഞാൻ പറഞ്ഞത് ഓന് പറ്റും, എനിക്കും പറ്റും, ഇങ്ങക്കും പറ്റും. അപ്പൊ അത് സ്ഥലം എടുത്തു. ഞാൻ 2 കൊല്ലം കൊണ്ടായി ആടുണ്ടാക്കി. അതായത് നിങ്ങൾ കാണുമ്പോ 75 സ്ഥലത്ത് ഫുള്ള് ഷെഡ് ഉണ്ട്, ഫുള്ള് ഇന്റർലോക്ക് ഉണ്ട്, ഓഫീസ് ഉണ്ട്. ഞാൻ എന്ത് ചെയ്യും? ഒറ്റയടിക്ക് ഇൻവെസ്റ്റ് ചെയ്യില്ല. ഒരു മാസം 2-3 ലക്ഷം ചെലവാക്കും. പൈസ ഇന്റർലോക്ക് ഇട്ട ആൾക്കാരോട് ചോദിച്ചാൽ എന്റെ അടുത്ത് പൈസ ഉണ്ടായിട്ടും ഞാൻ ചെലവാക്കൂല. ഇന്റർലോക്ക് ഇട്ട ആൾക്കാരോട് ചോദിച്ചാൽ ഞാൻ ആദ്യം 3000 സ്ക്വയർ ഫീറ്റ് ഇടും. അപ്പോൾ ഇങ്ങനെ പറയും ഇത് ഫുള്ള് ഇടാൻ ഫൽക്കാതെ ഇത് എന്നൊക്കെ പറഞ്ഞു. വേണ്ട, എനിക്ക് ഇപ്പൊ ഇത് മതി. 4 മാസം കഴിയുമ്പോ അടുത്ത ഇന്റർലോക്ക് ഇടും. ഇപ്പൊ പിന്നെ സൽമാൻ വരും, നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോ ഇവിടെ കുറച്ച് ലൈറ്റ് അമ്മയുണ്ട്, നോക്കാം ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് ഓനോട് ഞാൻ പറയാം അപ്രൂവൽ കൊടുക്കും, അത് അടിച്ചോട്ടോ. അപ്പൊ തന്നെ ഓൾക്ക് അപ്പുറത്തും അടിച്ചാൻ പൂതി ഉണ്ടാവും, കൊടുക്കൂല. ഇങ്ങനെ 2 വർഷം കൊണ്ട് നിങ്ങൾ എന്റെ വീഡിയോസ് എടുത്ത് കൊടുക്കി. ഞാൻ മെറ്റലില്ലേ, നമ്മളെ മെറ്റൽ ഇട്ടിട്ടാണ് യാർഡ് ഓപ്പൺ ആണ്. ഇതിൽ കുറെ ഷൂട്ട് ചെയ്തിട്ടാണ് കുറച്ച് ഇന്റർലോക്ക് ഇട്ട്, പിന്നെ ഒരു ഷേപ്പ് ഷെഡ് ഉണ്ടാക്കി, പിന്നെ ഒരു ഷേപ്പ് ഉണ്ടാക്കി, പിന്നെ ഒരു ഓഫീസ് ഉണ്ടാക്കി, പിന്നെ ഒരു 1.5 വർഷം കഴിഞ്ഞിട്ട് എനിക്കൊരു ഓഫീസ് ഉണ്ടാക്കി, പിന്നെ മീറ്റിംഗ് റൂം ഉണ്ടാക്കി. അങ്ങനെ പോകുമ്പോ എന്താണോ ഒറ്റയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യണ്ട. അല്ല, ആ സമയത്ത് നിങ്ങളപ്പോ എന്തോ ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യം എനിക്കില്ല. ഞാൻ പൈസ ഇല്ലാതെ ബിസിനസ് ചെയ്യാൻ പഠിച്ച ആളാണ് ഞാൻ. ഇന്ന് ഇതൊന്നുമില്ലെങ്കിലും ഇതിലാറ് സെറ്റപ്പിൽ ഇതിലാറ് വരുമാനത്തിൽ എനിക്ക് കച്ചവടം ചെയ്യാൻ അറിയാം. കാരണം എന്റെ വാപ്പ കച്ചവടക്കാരനാണ്, എന്റെ വല്യപ്പ കച്ചവടക്കാരനാണ്, ബ്ലഡിലുണ്ട് കച്ചവടം. എന്റെ കോൺഫിഡന്റ് പൈസയിലോട്ടോ ഷോറൂമിലോട്ടോ വെഹിക്കിളിലോട്ടോ എന്റെ ടീമിലോട്ടോ എവിടെയും പോയില്ല. എന്റെ കോൺഫിഡന്റ് ഞാനാണ്. എനിക്ക് ആരോഗ്യം ഇല്ലാത്തോളം കാലം ബുദ്ധി ഇല്ലാത്തോളം കാലം ഇന്നെ തോൽപ്പിക്കാനാവില്ല. കാരണം എന്താ വെച്ചാൽ ഇതൊന്നും ഇല്ലെങ്കിലും എനിക്ക് തിരിച്ചു വരാൻ ഫീൽ കുരുത്തതാണ്. സത്യത്തില് ഞാൻ അനുഭവിക്കാനുള്ളതോളം കാര്യങ്ങളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു. ഇനി എന്തെന്നെ സംഭവിച്ചാലും ഞാൻ ചിരിക്കും. അത് പല ടൈമിലും ഇവർക്കറിയാം. കാരണം ഞാൻ അത്ര സിമ്പിളായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ആളാണ്. നമ്മളൊരു ഇൻവെസ്റ്റർ കൂട്ടണം എന്തിനാ? നമുക്ക് നല്ല വൃത്തിക്ക് ഷോറൂം തുടങ്ങാം. പൈസ കൂടുതൽ ആവശ്യമുള്ളപ്പോഴാണ് നമുക്ക് ഇൻവെസ്റ്റർ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആദ്യം 2014 തുടങ്ങണേ, 2014 കഴിഞ്ഞിട്ട് 2018 സ്ഥാപനം പുതുക്കി പണി ചെയ്തിട്ട് ഇരിക്കണ ഓഫീസിന്റെ വീഡിയോ ഞാൻ തരാം. അതായത് ആ ഓഫീസിന്റെ ഉള്ളിൽ ടൈലല്ല, അതായത് മെറ്റലാണ്. ഈ മെറ്റലിൽ മേശിട്ടിട്ട് കസാലയിലാണ് 2018 ആയിരിക്കണം. അന്നിൻ്റെ അടുത്ത് പൈസ ഇല്ലായിട്ടല്ല, ഇതിൻ്റെ അടുത്ത് ആ ഓഫീസ് ടൈലിടാനും AC വെക്കാനും ചിലപ്പോൾ ഇതേപോലെ ഉണ്ടാക്കാനുള്ള പൈസ എൻ്റെ അടുത്തുണ്ട്. പക്ഷെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. കാരണം അത് എനിക്ക് വണ്ടി വാങ്ങി കച്ചവടം ചെയ്യാനുള്ള പൈസ ഓഫീസ് എല്ലാണ്. അത് എന്നിട്ട് നമ്മൾ പെട്ടെന്ന് പിന്നെ ടൈലിട്ടു, പിന്നെ നമ്മളത് പിന്നെ സീൽ ചെയ്തു, AC വെച്ചു. പിന്നെ പതിയെയാണ് ഞങ്ങൾ നല്ലൊരു ചെയർ വാങ്ങി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തിട്ടുള്ള എന്റെ കച്ചവടത്തിനെ ബാധിക്കാതെയാണ് സ്ഥാപനം ഉണ്ടാക്കണം. അപ്പൊ എനിക്കൊരു പാർട്ണർ വേണ്ട. നേരെ മറിച്ച് ഞാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് നാളെ തന്നെ ക്ലീൻ ആയിട്ടുള്ളൊരു ഷോറൂം വേണം. അപ്പൊ ഞാൻ എന്റെ വണ്ടിയിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഒക്കെ പാടെടുത്തിട്ട് ഷോറൂം ഉണ്ടാക്കിയ വണ്ടി ഉണ്ടാവില്ല. അപ്പൊ വണ്ടി വാങ്ങാൻ ചിലപ്പോൾ എന്റെ കടക്ക് പാർട്ണർഷിപ്പ് കൂട്ടേണ്ടി വരും. ഇല്ലെങ്കിൽ പിന്നെ സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടിയാണ്ട് ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? പാർട്ണർഷിപ്പ് കൂട്ടേണ്ടി വരും. അപ്പൊ ഞാൻ ഉള്ള പോലെ സ്ഥാപനം തുടങ്ങും, വണ്ടി എൻ്റെ അടുത്തുള്ള പൈസക്ക് വണ്ടി വാങ്ങും. ഇതേ ടൈമിൽ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ് ഉണ്ട്, നമുക്ക് പൈസ ഇല്ലാതെയും ബിസിനസ് ചെയ്യാൻ അറിയണം. മനസ്സിലായില്ലേ? നമ്മളാണ് കോൺഫിഡന്റ്. അപ്പൊ പാർക്ക് ആൻഡ് സെയിൽ പറഞ്ഞ പരിപാടി ഉണ്ട്. അതേപോലെ എന്റെ കൂടെ സുഹൃത്തുക്കളുണ്ട്. കസ്റ്റമേഴ്സ് ഇവിടെ ഒന്ന് പാർക്ക് ചെയ്യുക, നമ്മളത് സെല് ചെയ്യും. അവർ പാർക്ക് ചെയ്തു എഴുതിയിട്ട് സഫാരിക്കണം കയറിയാൽ പിന്നെ ഓൽക്ക് ആ വണ്ടിമ റോളില്ല. ഇതിന്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്തം എനിക്കാ.
കറക്റ്റ്. വാങ്ങാൻ വരുന്നവന് ഇത് ആരെ വണ്ടിയാ നോക്കണ്ട, ഒരു വാങ്ങുന്നത് സഫാരി കാർസ് എന്നാണ്. അതെ, അപ്പൊ എന്റെ ട്രസ്റ്റിലാണ് ഞാൻ ആ വണ്ടി വിൽക്കുന്നത്. കറക്റ്റ്. ഞാൻ എന്റെ ബ്രാൻഡിന് നമ്മൾ വിറ്റുകൊണ്ടിരിക്കുകയാണ്. അതെ, കറക്റ്റ്. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ ബിസിനസ് വരുന്നുണ്ട്. കറക്റ്റ്. ഇനി ചിലപ്പോൾ ഇത് സിസ്റ്റമാറ്റിക് ആയി പോകുന്നത് LLP പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, ചിലപ്പോൾ ഞാൻ IPO ലിസ്റ്റ് ചെയ്യും, ചിലപ്പോൾ ഞാൻ 2-3 വർഷം കഴിയുമ്പോൾ എന്റെ കമ്പനീന്റെ 20% കൊടുക്കും. ഇതൊക്കെ ഒരു സംരംഭം ചെയ്യുന്നതാണ്. കറക്റ്റ്. പക്ഷെ ഞാൻ അതിന് ആപ്റ്റ് ആവുമ്പോഴേ ചെയ്യുള്ളൂ. ഇപ്പൊ ഞാൻ ചിലപ്പോൾ കൊടുക്കുമ്പോൾ തൊള്ളോണ്ട് പറഞ്ഞ് കൊടുക്കേണ്ടി വരും, വേണ്ടേ? മറ്റേത് സിസ്റ്റമാറ്റിക് ആയി കമ്പനീന്റെ എത്ര പാർട്ണർഷിപ്പ് പറഞ്ഞാൽ അതിൽ ഓൾക്ക് എന്തൊക്കെ റോൾ ഉണ്ട്, എന്തൊക്കെ റോൾ ഇല്ല എന്നൊക്കെ നിയമപരമായി ചെയ്ത് അവർക്ക് കൊടുത്ത് അവരും സേഫാണ്, ഞാനും സേഫാണ്. ഞാൻ ഇവിടെ കൊച്ചിയിൽ വന്നിട്ട് ഇവിടെ വേറെ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്, ചെറിയൊരു ബിസിനസ്. വേറെ 2 പാർട്ണർമാരുണ്ട്. ഒരു പേ പാർക്കിങ്, ചെറിയൊരു പേ പാർക്കിങ്. ചിലപ്പോൾ അതിന് 100, 200, ചിലപ്പോൾ 500, 1000 വരുമാനമുള്ളൂ. എങ്കിലും ഞാൻ ആ സംരംഭം തുടങ്ങി. ഇപ്പൊ ഞങ്ങൾ 7 സുഹൃത്തുക്കൾ തുടങ്ങിയിട്ട് ബനാന ചിപ്സിന്റെ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇതും പാർട്ണർഷിപ്പാ. പക്ഷെ ഈ പാർട്ണർഷിപ്പ് ഒന്നും പൊട്ടൂല. കാരണം ഈ പാർട്ണർഷിപ്പിലൊക്കെ എന്തൊക്കെ വരാൻ പോകുന്നുണ്ടെന്ന് മുൻകൂട്ടി കണ്ട് ഇതൊക്കെ ഒരു എഗ്രിമെന്റ് ആക്കി ഇതൊക്കെ നമ്മൾ ചെയ്യും. അതായത് ഇന്ന സാധനത്തിൽ ഇന്ന ആൾക്ക് റോൾ ഉണ്ട്, ഇന്ന സ്ഥലത്ത് ഇന്ന ആൾ അഭിപ്രായം പറയരുത്, എല്ലാവരും പാടെ അഭിപ്രായം പറഞ്ഞ് ക്ലാഷ് ഉണ്ടാവരുത്. ഇതെല്ലാ സാധനം നമ്മൾ സിസ്റ്റമാക്കിയിട്ട് പോവുകയാണെങ്കിൽ ഒരു പ്രശ്നമല്ല. ഒരു പാർട്ണർഷിപ്പില് 2 കൈയൊട്ടുമ്പോൾ വെച്ചുണ്ടാവുള്ളൂ, ഒരാളെ നേതാവാകാൻ പാടുള്ളൂ. 2 നേതാവ് വന്ന അവിടെ പൊട്ടു. ഇപ്പൊ ഈ സഫാരി കാർസ് അൽഹംദുലില്ലാഹ് ഇങ്ങനെ പോണതിന്റെ അതെന്താണ്, എന്ത് ക്ലാഷ് ഇവിടെ ഉണ്ടെങ്കിലും ഇപ്പൊ ഞാൻ തീരുമാനം പറഞ്ഞാൽ അതിൽ നിൽക്കും. ചിലപ്പോൾ അത് തെറ്റാം, ശരിയാവാം, പക്ഷെ കമ്പനി മുന്നോട്ട് പോകും. പക്ഷെ എല്ലാരും ഒരുമിച്ച് അതിനെ ഇതാക്കുക. അത് തെറ്റോ ശരിയായിക്കോട്ടെ, പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതാണ് അത് പിന്നെ ദൈവത്തിന്റെ നല്ല വലിയ അനുഗ്രഹം കിട്ടും. അമീർ പറഞ്ഞ ഒരാളുണ്ട്, ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആള്. ഇപ്പൊ എന്റെ വീട്ടിൽ എന്റെ വാപ്പാണ് അമീർ വെച്ചാല്, ഞാൻ ചെല്ലുമ്പോ വാപ്പ പറയുകയാണെങ്കിൽ നാളെ എന്റെ സ്ഥലത്തേക്ക് പോകണ്ട പറഞ്ഞാൽ ഞാൻ പോയരുത്, അതിൽ ഗുണം ഉണ്ടാവും. ചിലപ്പോൾ പോയാൽ ചിലപ്പോൾ എനിക്ക് 1 ലക്ഷം റുപ്യ ലാഭം കിട്ടാനുള്ള കേസേക്കാരം. പോയരുത്. ഉമ്മ പറയാണ് പോണത് ശരിയില്ല പറഞ്ഞാൽ പോവരുത്, അതിൽ ഗുണം ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇപ്പുറത്ത് വലിയ ഓപ്പർച്യൂണിറ്റി വരും. ചിലപ്പോൾ ഓല് പറഞ്ഞത് തെറ്റേക്കാരം, ചിലപ്പോൾ മൈൻഡ് ചെറുതേക്കാരം, മൈൻഡ് സെറ്റ് ചെറുതേക്കാരം. പിന്നെ നമ്മൾ പതുക്കെ ഓൽക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നമ്മളെ സമ്മതം വാങ്ങണം. അതേപോലെ തന്നെ ഇവിടെയും പോകണം. ഓക്കെ.